ഹലോ ഓൾ, +1 ബോർഡ് എക്സാം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ വെഫി ഒരുക്കുന്ന ഒരു റിവിഷൻ പ്രോഗ്രാമാണ് നമ്മൾ ആരംഭിക്കുന്നത്. മാത്തമാറ്റിക്സ് നമുക്കറിയാം, 10ാം ക്ലാസ് കുറച്ചൊക്കെ നല്ല മാർക്ക് വാങ്ങി സയൻസ് സ്ട്രീം എടുത്ത് വലിയ പ്രതീക്ഷയിൽ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 10ാം ക്ലാസ്സിൽ നിന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ചിലപ്പോൾ +1 നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? CBSE പഠിച്ചവരുണ്ടാവും, സ്റ്റേറ്റ് പഠിച്ചവരുണ്ടാവും. CBSE പഠിച്ചവർക്കൊന്നുകൂടി പഠിച്ച സിലബസിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് 11th എന്ന് പറയുന്നത്. ഐ മീൻ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ കണ്ടിന്യൂഷനാണ് 11th NCERT ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളത്. എന്നാൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ബോത്ത് മലയാളം മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും SCERT പുസ്തകങ്ങളൊക്കെ പഠിച്ചു വന്ന് പിന്നെ അവസാനത്തെ ടെക്സ്റ്റ് ബുക്ക് അല്ലേ, പുസ്തകം മാറുന്നതിന് മുമ്പ് പഠിച്ചൊരു ബാച്ചായിരിക്കും ഇപ്പോൾ +1 എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പെട്ടെന്നൊരു +1 എത്തുന്ന സമയത്ത് ഒരുപാട് പുതിയ കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൽ തന്നെ ഇതുവരെ ഫെമിലിയർ അല്ലാത്ത പുതിയ കാര്യങ്ങളാണ് നമ്മൾ +1 ഓവറോൾ പഠിച്ചിട്ടുള്ളത്. ചാപ്റ്റേഴ്സിൻ്റെ പേരൊക്കെ എടുക്കുമ്പോൾ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം, കോണിക് സെക്ഷൻസ് ഉൾപ്പെടെയുള്ള വളരെ ഡിഫറൻ്റ് ആയ കുറേ ചാപ്റ്റേഴ്സാണ് നമ്മൾ ഓവറോൾ +1 പഠിച്ചിട്ടുള്ളത്. സോ ചുരുങ്ങിയ സമയം കൊണ്ട് +1 14 ചാപ്റ്റേഴ്സിനെയും നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാം, ബോർഡ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുക, ക്ലാസ്സിന് വേണ്ടി തന്നെ തയ്യാറായിട്ടിരിക്കുക. പ്രധാനമായിട്ടും നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, ഈ വർഷം പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ളവർക്ക് രസകരമായിട്ട് 10ാം ക്ലാസ്സിനേക്കാൾ കുറച്ചും കൂടെ രസകരമായിട്ട് പഠിക്കാൻ പറ്റിയ ടോപ്പിക്കാണ് +1 ഉള്ളതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആസ് എ മാത്തമാറ്റിക്സ് ടീച്ചർ. കാരണം ഓൾജിബ്ര ചാപ്റ്റേഴ്സ് കുറച്ച് വെറൈറ്റി ആൻഡ് നല്ല രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ 10ാം ക്ലാസ്സിൽ നമുക്ക് കുറേ ജോമെട്രി ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, ട്രയാങ്കിൾസും സർക്കിൾസ് ഉൾപ്പെടെയുള്ള കുറേ പ്രൂവ്ഡായിട്ട് ക്വസ്റ്റ്യൻസൊക്കെ വരുന്ന അത്തരം ചാപ്റ്റേഴ്സൊന്നും നമുക്കില്ല, അത്രയും ക്വസ്റ്റ്യൻസും ഇല്ല. നമുക്ക് കുറച്ചുകൂടെയൊക്കെ എന്നാൽ കുറേ കണ്ടൻറ്റ് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ കാൽക്കുലസിൻ്റെ ഒരു ഇൻട്രോ ഒക്കെ പഠിക്കുന്നത് +1 ജോമെട്രി ആണെങ്കിലും കുറച്ചുകൂടെയൊക്കെ രസകരമായിട്ടുള്ള പുതിയ എലിപ്സും ഹൈപ്പർബോളയും പാരബോളയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. എനിഹോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. +1 റിവിഷൻ പ്രോഗ്രാമിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കഴിഞ്ഞ 2025-ലും 2024-ലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നൊക്കെ ചുരുക്കം സമയം കൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു മോഡൽ റിപ്പീറ്റ് ആയിട്ട് പ്രാക്ടീസ് ആക്കുക. ഈ വർഷത്തെ ഓണം എക്സാമും അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമൊക്കെ കണ്ട സമയത്ത് കുറച്ചും കൂടെയൊക്കെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫെമിലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കൂടുതലായിട്ട് പ്രാക്ടീസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. NCERT ടെക്സ്റ്റ് ബുക്ക് മോർ ദാൻ ഇനഫാണ്. അത് നല്ല വൃത്തിക്ക് എക്സാമ്പിൾസും എക്സസൈസും ഒക്കെ എല്ലാവരും പഠിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സെറ്റ്സ് ആണ് അല്ലേ. ആകെ 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആദ്യം തന്നെ സെറ്റ് എന്ന ചാപ്റ്റർ പഠിച്ച സമയത്ത് ഭയങ്കര ഈസി ആയിട്ട് മാത്തമാറ്റിക്സ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സെറ്റ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ് അല്ലേ. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ ബോയ്സ് ഇൻ എ ക്ലാസ് റൂം, നാച്ചുറൽ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ലെറ്റേഴ്സ് ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് എല്ലാം സെറ്റാണ്. അപ്പോൾ എപ്പോഴാണ് സെറ്റ് ആവാതിരിക്കുക? വെൽ ഡിഫൈൻഡ് അല്ലാതിരിക്കുമ്പോൾ അത് സെറ്റ് ആവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ടോപ്പ് 10 ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ ടോപ്പ് 10 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോരുത്തർക്കും മാറിക്കൊണ്ടിരിക്കും, ഡിപ്പെൻസ് ആണ്. അതുകൊണ്ടതൊരു വെൽ ഡിഫൈൻഡ് അല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അവിടെ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നില്ല. സെറ്റ് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. റോസ്റ്റർ ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോമാണ് അല്ലേ. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ സെറ്റ് 1 2 3 4 5 ഇങ്ങനെ എലമെൻസിനെ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ദെൻ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ അതൊരു സെൻറ്റൻസ് ആയിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുമ്പോഴാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ സെയിം സെറ്റിനെ തന്നെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോം ആയിട്ട് എങ്ങനെ പറയാം? യെസ്, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നാച്ചുറൽ നമ്പർ അല്ലേ. എക്സ് ഈസ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ന് വേണമെങ്കിൽ പറയാം. ലെസ് ദാൻ 6 ഇതിനാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവിടുന്ന് സെറ്റിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചു. അതുപോലെ തന്നെ നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ സെറ്റ് പഠിച്ചു, സബ്സെറ്റ് പഠിച്ചു, സൂപ്പർ സെറ്റ് പഠിച്ചു അല്ലേ. പ്രധാനമായിട്ട് ടൈപ്സ് ഓഫ് സെറ്റ് ഒന്ന് വേഗത്തിൽ പറഞ്ഞു നോക്കാം നമുക്ക്.
സെറ്റിൽ ഐ മീൻ എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ, ഒരു സെറ്റിൽ എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ എന്താ പറയുന്നത്? എം ടി സെറ്റ് എന്ന് പറയും അല്ലേ? എം ടി സെറ്റ്, നൾ സെറ്റ് എന്നൊക്കെ പറയാറുണ്ട്. എം ടി ഓർ നൾ സെറ്റ്. ദെൻ ഒരു എലമെൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും? സിംഗിൾട്ടൺ എന്ന് പറയും അല്ലേ? സിംഗിൾട്ടൺ. ദെൻ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെങ്കിൽ ഫൈനൈറ്റ്, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എല്ലാവരും ജസ്റ്റ് അതിൻ്റെ ആ ടേംസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക എന്നുള്ളത് മാത്രം. സബ്സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതൊന്നാണ് സബ്സെറ്റ് അല്ലേ? ഒരു സെറ്റിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റുന്ന സെറ്റുകളെയാണ് നമ്മളെന്ത് പറയുന്നത്? സബ്സെറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് 2n ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ? 2n അഥവാ n സബ്സെറ്റ് ഉള്ള ഒരു സെറ്റിൽ 2n സബ്സെറ്റുകൾ ഉണ്ടാവും. അവിടെ സൂക്ഷിക്കേണ്ട കാര്യം എന്താണ്? പ്രോപ്പർ സബ്സെറ്റ് എന്നുള്ള കാര്യം. പ്രോപ്പർ സബ്സെറ്റ്, അതേപോലെ തന്നെ നോൺ എം ടി സബ്സെറ്റ്. ഈ രണ്ടെണ്ണം എടുക്കുന്ന സമയത്തും എന്ത് ചെയ്യും? ഒന്ന് കുറയും. 2n - 1 ആയിരിക്കും ഉണ്ടാവുള്ളൂ. 2n - 1. എന്താണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം സെറ്റ് ഇറ്റ് സെൽഫ് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെറ്റ് 1 2 3. സെറ്റ് 1 2 3 എന്ന് പറയുമ്പോൾ 2 8 സബ്സെറ്റുകൾ ഉണ്ടാവും. ഏതൊക്കെയാണ്? സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 1 2, സെറ്റ് 2 3, സെറ്റ് 1 3, സെറ്റ് 1 2 3 5. ഇങ്ങനെയുള്ള 8 സബ്സെറ്റുകൾ ഉണ്ടാവും. ഈ 8 സബ്സെറ്റുകളുടെ കൂട്ടത്തിൽ സെയിം സെറ്റായ സെറ്റ് 1 2 3യെ നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയില്ല. അതുകൊണ്ട് 7 സബ്സെറ്റുകളാണ് പ്രോപ്പർ സബ്സെറ്റ് നമുക്ക് ഉണ്ടാവുക. അത് 2n - 1 ചെയ്യും. പിന്നെ നോൺ എം ടി സബ്സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 5 എന്നുള്ളത് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. അപ്പോൾ നോൺ എം ടി, അതൊരു എം ടി സെറ്റ് ആയതുകൊണ്ട് അതിന് മാറ്റി നിർത്തിയാൽ 2n - 1. അവിടെയും ആ ഒരു എണ്ണം നമ്മളെന്തല്ല കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, ആ ഒരു പേര്. ദെൻ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെറ്റിൻ്റെ മക്കൾ എന്നൊക്കെ പറയും. സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാരൻ്റൽ സെറ്റാണ് അല്ലേ? അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമ്മൾ ഇങ്ങനെ എഴുതാറുള്ളത് കൃത്യമല്ലേ? ദെൻ എ സൂപ്പർ സെറ്റ് ഓഫ് ബി ആണെങ്കിൽ തിരിച്ചിങ്ങനെ എഴുതും. പവർ സെറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, സെറ്റ് ഓഫ് സബ്സെറ്റ് ആണ് പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ ഓഫ് പി ഓഫ് എ എന്ന സബ്സെറ്റിൻ്റെ പവർ സെറ്റിൻ്റെ എലമെൻസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ 2n ആയിരിക്കും. കാരണം സബ്സെറ്റുകളാണല്ലോ പവർ സെറ്റിൽ ഉണ്ടാവുക. അതുകൊണ്ട് ആ ഒരു ടേം കൂടി ഓർത്ത് വെക്കുക. ദെൻ ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂണിയൻ, ഇൻ്റർസെക്ഷൻ, അതുപോലെ തന്നെ ഡിഫറൻസ്, അതേപോലെ തന്നെ കോംപ്ലിമെൻ്റ് അല്ലേ? 4 പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചത്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ആ രണ്ട് സെറ്റിലെയും എല്ലാ എലമെൻസും കൂടെ ചേർത്ത് നമ്മൾ എഴുതുമ്പോൾ അത് എ യൂണിയൻ ബി ആണ്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ കോമൺ എലമെൻസ് മാത്രം അല്ലേ? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുണ്ട് ബിയിലില്ല. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലുണ്ട് എയിലില്ല. ദെൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ the elements which are present in A but which are not present in A but in U അല്ലേ? യൂണിവേഴ്സൽ സെറ്റിലുണ്ട്, എയിലില്ല എന്ന് പറഞ്ഞാൽ U - A എന്ന് പറയാറുണ്ട്. കൃത്യമല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓവറോൾ സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചത്. ദെൻ വെൻ ഡയഗ്രാം പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ദെൻ പ്രധാനമായിട്ട് ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് എല്ലാവർക്കും അറിയണം കേട്ടോ. കമ്മ്യൂട്ടേറ്റീവിലോ അസോസിയേറ്റീവിലോ ലോ ഓഫ് ഐഡൻറ്റിറ്റി, എലമെൻറ്റ്, അങ്ങനെയുള്ള കുറേ ടേംസുകളൊക്കെ നമ്മൾ NCERT പഠിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. യൂണിയൻ എന്താണ്, ഇൻ്റർസെക്ഷൻ എന്താണെന്ന് അറിയുന്ന ഒരാൾക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഓഫ് ദം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ എല്ലാ വർഷവും ചോദിക്കുന്നതൊക്കെ ഈ യൂണിയൻ ഇൻ്റർസെക്ഷൻ വെച്ചിട്ടുള്ള വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പോൾ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് അല്ലേ? ഡി മോർഗൻസ് ലോ. ഈ ഡി മോർഗൻസ് ലോ ആണ് കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട്, അഥവാ NCERT റിവൈസ് ചെയ്തതിന് ശേഷം ബോർഡ് എക്സാമിനും മോഡൽ എക്സാമിനും ഏത് സമയത്ത് സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോഴും ഡി മോർഗൻസ് ലോ എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ തിരിച്ചും പറയാറുണ്ട് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞൊരാൾക്ക് സെറ്റ് എന്ന ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഓവറോൾ ഈ ചാപ്റ്റർ എന്തൊക്കെയുള്ളതെന്ന് വളരെ വേഗത്തിൽ പറഞ്ഞു പോയതാണ്. സെറ്റ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്കൊക്കെ സിമ്പിൾ ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞത്. നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ വളരെ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ സെറ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം അല്ലേ? ദ ഷെയ്ഡഡ് റീജിയൺ ഓഫ് ദ ഗിവൺ വെൻ ഡയഗ്രാം. ആ തന്നിരിക്കുന്ന വെൻ ഡയഗ്രത്തിൻ്റെ ഷെയ്ഡഡ് റീജിയൻ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നമുക്ക് ആ റീജിയൻ കണ്ടാൽ മനസ്സിലാവും കൃത്യമായിട്ടും എന്താണ് അതിലുള്ളത്. എ മാത്രമുള്ള പോർഷനിലേ ഉള്ളത്. എ മാത്രമുള്ള പോർഷൻ, അഥവാ കോമൺ പോർഷൻ പോലും ഇല്ല. അഥവാ എയിൽ ഉണ്ട് ബിയിലില്ല. എന്താണ് എയിൽ ഉണ്ട് ബിയിലില്ല എന്ന് പറഞ്ഞാൽ പക്ക എ മൈനസ് ബി അല്ലേ? എ മൈനസ് ബി ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. റെഡി? ദെൻ അടുത്തൊരു സബ് ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ഉണ്ട്. എഫ് എ ഇസ് ഈക്വൽ ടു -1, 0, 1 റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് ദ സെറ്റ് എ. സബ്സെറ്റ്സ് ആണ് ഉദ്ദേശിച്ചിട്ട് അവിടെ. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സബ്സെറ്റുകൾ വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും എഴുതാൻ വേണ്ടി പറ്റും. എന്തൊക്കെയുണ്ടാവും? സെറ്റ് -1 ഉണ്ടാവും, സെറ്റ് 0 ഉണ്ടാവും,
സെറ്റ് 1 ഉണ്ടാവും. ദെൻ ഇപ്പോൾ ഞാൻ ഒരു എലമെൻറ്റ് മാത്രമുള്ള സബ്സെറ്റുകളാണ് എഴുതിയത്. ഇനി 2 വീതം എലമെൻറ്റുള്ള സബ്സെറ്റുകൾ ഏതൊക്കെയുണ്ട്? -1, 0, ഓക്കെ, 0, 1, ദെൻ -1, 1, ഓക്കെ, 6 ആയില്ലേ. ഇനി സെയിം സെറ്റ് ഉണ്ടാവും അല്ലേ, ദാറ്റ് ഈസ് -1, 0, 1, ദെൻ 5 നൾ സെറ്റ്, എം ടി സെറ്റ്. ഇങ്ങനെ 2⁻3 ടോട്ടലി 8 സബ്സെറ്റുകളാണ് നമുക്ക് ഉണ്ടാവുക. വളരെ സിമ്പിളായിട്ട് സെറ്റിൻ്റെ ബേസിക് തിയറി എന്ന്, ബേസിക് കോൺസെപ്റ്റ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ റെഡിയല്ലേ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ദെൻ എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ്. ജസ്റ്റ് സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. എയും എ കോംപ്ലിമെൻറ്റും കൂടെ ചേർത്താൽ അല്ലേ, രണ്ടും കൂടെ ചേർത്താൽ നമുക്ക് എന്താ കിട്ടുക? സം സെറ്റിലുണ്ട്, ദെൻ അതിന് പുറത്തുള്ളതും ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്താൽ ആ യൂണിവേഴ്സൽ സെറ്റ് അല്ല നമുക്ക് കിട്ടുക, യൂണിവേഴ്സൽ സെറ്റ്. സോ അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്, യൂണിവേഴ്സൽ സെറ്റാണ്, യു ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. ഇഫ് യു ഇസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6, എ ഇസ് ഈക്വൽ ടു 2, 3, 4, ബി ഇസ് ഈക്വൽ ടു 3, 4, 6, പ്രൂവ് ദാറ്റ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. സോ ആദ്യം നമുക്ക് LHSലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് എ യൂണിയൻ ബി വരെ എന്ന് പറയാം. എ യൂണിയൻ ബി, എയിലും ബിയിലുള്ള എല്ലാവരും അല്ലേ 2, 3, 4, 6 അല്ലേ, 2, 3, 4, 6 മാത്രമാണ് നമുക്ക് എ യൂണിയൻ ബിയിൽ ഉണ്ടാവുക. എയും ബിയും കൂടെ ചേർത്ത് എഴുതുമ്പോൾ നമുക്കറിയാം റെപ്പറ്റീഷൻ അലൗഡ് അല്ല, അതുകൊണ്ട് ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല, റെപ്പറ്റീഷൻ അലൗഡ് അല്ല എന്നുള്ളത് സെറ്റ് എഴുതുമ്പോഴുള്ള പ്രോപ്പർട്ടിയാണ്, റോസ്റ്റർ ഫോമിൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ എ യൂണിയൻ ബിയിൽ 2, 3, 4, 6 ഉണ്ടാവുക. ദെൻ നമുക്ക് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും അപ്പോൾ ഉണ്ടാവുക? നിങ്ങൾ തന്നെ പറഞ്ഞേ, അതാണല്ലോ LHSലുള്ളത്. LHS ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബിയിൽ ഇല്ലാത്തവർ എന്ന് പറഞ്ഞാൽ അത് 1ഉം 5ഉം മാത്രമല്ലേടാ, 1ഉം 5ഉം മാത്രമല്ലേ, സെറ്റായിട്ട് എഴുതി. റെഡി. ഇനി എ കോംപ്ലിമെൻറ്റ് എന്താ? എ കോംപ്ലിമെൻറ്റ് എയിൽ ഇല്ലാത്തവർ അല്ലേ, എയിൽ ഇല്ലാത്തവർ ആരൊക്കെ ഉണ്ട്? 1 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, എയിൽ ഇല്ലാത്തവർ. ദെൻ ബി കോംപ്ലിമെൻറ്റോ? ബിയിലില്ലാത്തവർ എന്ന് പറഞ്ഞാൽ 1 ഉണ്ട്, 2 ഉണ്ട്, അതേപോലെ തന്നെ 5 ഉണ്ട്. റെഡി അല്ലേടാ? ദെൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, അതാണല്ലോ RHS എന്ന് പറഞ്ഞാൽ. എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിലും ഉണ്ട്. എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, അവിടെ 1 ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് 5 ഉണ്ട് അല്ലേ. 1ഉം 5ഉം ആണ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് രണ്ടിലും കൂടെ വരുന്നത്, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് 1,5. സോ LHS ഈക്വൽ ടു RHS അല്ലേ, LHS ഈക്വൽ ടു RHS, ഹെൻസ് പ്രൂവ്ഡ്. ഡി മോർഗൻസിലോ നമുക്ക് സെറ്റിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പലതവണ പരിചയമുള്ളതാണ്, ഏറ്റവും ഇഷ്ടമുള്ളതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമായ ക്വസ്റ്റ്യൻ ആണത്. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എന്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും കണ്ട് തീർക്കാവുന്നതാണ് കേട്ടോ. സോ 2025 എക്സാമിലും ബോർഡ് എക്സാമിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണിത്. നോക്കൂ, നിങ്ങളിവിടെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡി മോർഗൻസിലോ പ്രൂവ് ചെയ്യാൻ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിൽ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് എന്താണെന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ എക്സ്ട്രാ കാണുന്നത്. നിങ്ങൾ പറഞ്ഞേ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് ആണ്. എയിലും ഉണ്ട്, എ കോംപ്ലിമെൻറ്റിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിലില്ലാത്തവരിലല്ലേ അല്ലേ. അപ്പോൾ എയിലും എയിലില്ലാത്തവരിലും കോമൺ ആയിട്ട് ആരുണ്ടാവുക? ആരുണ്ടാവില്ല, ശരിയല്ലേ? അപ്പോൾ 5 അല്ലേ, ക്ലിയർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ പറയുന്ന ഡിസ്കസ് ചെയ്യാത്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നിർബന്ധമായിട്ട് ചെയ്യണം, കുറേ പ്രാക്ടീസ് ഉണ്ടാകുമ്പോൾ നമുക്കിത് ചാപ്റ്റർ സെറ്റായി എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഡി മോർഗൻസിൽ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇനി ചെയ്യുന്നില്ല കണ്ടോ. 2024 ക്വസ്റ്റ്യൻസിലും ഡി മോർഗൻസിലോ തന്നെ ചോദിച്ചിട്ടുള്ളത്. എ എന്ന സെറ്റ് 2, 3, 4, 6 ആണ്, ബി എന്ന 2, 3, 5, 7 ആണ്, യു 1, 2, 3, 4, 5, 6, 7, 8 ഉണ്ട്. എ കോംപ്ലിമെൻ്റ് എന്നാണ്, ബി കോംപ്ലിമെൻ്റ് എന്നാണ്. ഈസി ആയിട്ട് പറയാൻ പറ്റും. എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും വരിക? എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്തവർ 1 ഇല്ല അല്ലേ, 5 ഇല്ല, 7 ഇല്ല, 8 ഇല്ല, അതല്ലേ എ കോംപ്ലിമെൻറ്റ്. ദെൻ ബി കോംപ്ലിമെൻ്റ് എന്താ? ബി കോംപ്ലിമെൻറ്റ് ബിയിലില്ലാത്തവർ 1, 4, 6, 8. ക്ലിയർ അല്ലേടാ? യെസ്, ഇത്രേ ഉള്ളൂ എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും. ദെൻ ഡി മോർഗൻസിലോ വെരിഫൈ ചെയ്യാൻ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാനാവുന്നതിന് എൻ്റെ വിശ്വാസം അല്ലേ. ചെയ്ത് നോക്കണേ. സോ വളരെ സിമ്പിളായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ വളരെ 1 മാർക്കിനൊക്കെ സിമ്പിളായിട്ട് റോസ്റ്ററിന്ന് സെറ്റ് ബിൽഡറിലേക്ക് ആക്കാനും സെറ്റ് ബിൽഡറിന്ന് റോസ്റ്ററിലേക്ക് ആക്കാനൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്പർ ഓഫ് സബ്സെറ്റിൻ്റെ എണ്ണവും ചില ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. നമുക്കറിയാം റിലേഷൻസും ഫംഗ്ഷൻസും സെറ്റിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ ആകെ നമുക്ക് പഠിക്കാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലേ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഉണ്ട്. രണ്ടാമത്തത് റിലേഷൻസ് ഉണ്ട്. ദെൻ നമ്പർ 3 ഫങ്ഷൻസ് ആണ്, ഫങ്ഷൻസ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ആണല്ലോ, എ ക്രോസ് ബി.
അല്ലേ? സെറ്റ് എയിലും സെറ്റ് ബിയിലുള്ള എലമെൻസിനെ എല്ലാം കൂടെ പെയറാക്കിയിട്ട് മാപ്പിംഗ് ചെയ്യുന്ന രീതിയിൽ എഴുതുമ്പോൾ അതിൻ്റെ സെറ്റിനെയാണ്, അഥവാ ആ അത്തരം ഓർഡേർഡ് പെയറിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എ ക്രോസ് ബി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ റിലേഷൻസ് എന്താണ്? റിലേഷൻസിൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക. സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്. എന്തെങ്കിലും കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലെ എലമെൻസിനെ എഴുതുകയാണെങ്കിൽ അതിനെയാണ് റിലേഷൻ എന്ന് പറയുക, സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ദെൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ റിലേഷനും ഫംഗ്ഷൻ അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാ റിലേഷനും ഫംഗ്ഷൻ അല്ല. കണ്ടീഷൻ എന്താണ്? എവരി എലമെൻറ്റ് ഓഫ് സെറ്റ് എ ഹാസ് യുണീക്ക് ഇമേജ് ഇൻ സെറ്റ് ബി. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എവരി എലമെൻറ്റ് ഓഫ് സെറ്റ് എ ഹാസ്, എവരി എലമെൻറ്റ് എന്നുള്ളതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എവരി എലമെൻറ്റ് ഓഫ് സെറ്റ് എ ഹാസ് യുണീക്ക് ഇമേജ് ഇൻ സെറ്റ് ബി, യുണീക്ക് ഇമേജ് ഇൻ സെറ്റ് ബി. ഇത് മറക്കാതിരിക്കാൻ നമ്മൾ റിമോട്ടിൻ്റെ എക്സാമ്പിളൊക്കെ പറയാറുണ്ട് അല്ലേ? ഒരു റിമോട്ട് എന്ന് പറഞ്ഞാൽ ആ റിമോട്ടിൽ ഏതെങ്കിലും ഒരു ബട്ടൺ വർക്കിംഗ് അല്ലെങ്കിൽ നമ്മളെന്ത് പറയും, ആ റിമോട്ട് ഫങ്ഷനിങ് റിമോട്ട് അല്ല, അതൊരു ഫങ്ഷൻ അല്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ ഒരു ആരോ ഡയഗ്രാം പോലെ വരക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ രണ്ട് സെറ്റ് ഉണ്ട്, 1 2 3 എ ബി. ഓക്കെ, 1 എയിലേക്ക് പോകുന്നു, 2 ബിയിലേക്ക് പോകുന്നു. 3 എവിടേക്കും പോകുന്നില്ല, 3ക്ക് ഇമേജ് ഇല്ല എന്ന് പറഞ്ഞാൽ 3 എന്ന ബട്ടൺ വർക്കിംഗ് അല്ല, അപ്പോൾ ഫംഗ്ഷൻ ആവോ? ഇല്ല. അതുകൊണ്ട് എവരി എലമെൻറ്റ് ഓഫ് സെറ്റ് എ ഹാസ് യുണീക്ക് ഇമേജ് ഇൻ സെറ്റ് ബി എന്ന് പറയുമ്പോൾ എവരി എലമെൻറ്റ് ഓഫ് സെറ്റ് എക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. റിമോട്ടിൽ എല്ലാ ബട്ടണും വർക്കിംഗ് ആവണം. ഇനി യുണീക്ക് ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ് തന്നെ രണ്ട് സ്ഥലത്തേക്ക് പോവാം. റിമോട്ടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ രണ്ട് കാര്യം നടക്കുക. പറ്റുമോ? ഇപ്പം നിങ്ങൾ വീട്ടിലൊരു സ്വിച്ച് ഇട്ടു, ഒരു സ്വിച്ച് ഇട്ടാൽ ഫാൻ കറങ്ങുന്നുണ്ട്, ലൈറ്റ് ഓൺ ആവുന്നുണ്ട്, അപ്പുറത്ത് മോട്ടർ ഓൺ ആവുന്നുണ്ട്, ഇപ്പുറത്ത് AC ഓൺ ആവുന്നുണ്ട്. ഇങ്ങനെയെല്ലാം കൂടെ സംഭവിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അഥവാ ഒരാൾക്ക് ഒരു ഫംഗ്ഷനെ പറ്റുള്ളൂ, ഒരു ഇമേജ് ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. ഇതാണ് ഫംഗ്ഷൻ ആവേണ്ട കോൺസെപ്റ്റ്. ദെൻ എല്ലാവർക്കും ഇമേജ് ഉണ്ടാവണം, ഒരാൾക്ക് ഒരു ഇമേജ് അല്ലേ? അപ്പോൾ ഒരാൾക്ക് രണ്ടെണ്ണം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇനി രണ്ടെണ്ണം 3 ഒക്കെ അവർക്കെല്ലാം കൂടെ ഒരു ഇമേജ് പറ്റുമോ? അത് പറ്റും. ഇപ്പോൾ നമ്മുടെ റിമോട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഫോണിൽ തന്നെ വോളിയം കൂടാൻ വേണ്ടി 2 ബട്ടൺ ഉണ്ടാവാറില്ലേ? 2 ബട്ടൺ മീൻസ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, സൈഡ് ബട്ടൺ ഉണ്ടാവും വോളിയം കൂടാൻ വേണ്ടി, മറ്റൊന്ന് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വോളിയം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. റിമോട്ടിൽ അങ്ങനെ തന്നെയല്ലേ? റിമോട്ടിലും വോളിയം കൂടാനും ചാനൽ ചേഞ്ച് ആവാനും സ്പീഡ് കൂട്ടാനും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിലധികം ബട്ടൺസ് ഉണ്ടാവാറുണ്ട്. അതിന് കുഴപ്പമില്ല. അപ്പോൾ 2 3 എലമെൻസിന് ഒരേ ഇമേജ് ഉണ്ടാവുക, അതിന് കുഴപ്പമില്ല. ഒരാൾക്ക് 2 ഇമേജ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഫംഗ്ഷൻ്റെ കോൺസെപ്റ്റ്. സോ റിലേഷൻ ഓഫ് ഫംഗ്ഷനിൽ ഇത്രയേ ഉള്ളൂ. ദെൻ നമ്പർ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്പർ ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയിൽ എത്ര എലമെൻസ് ഉണ്ടെന്ന് വെച്ചാൽ mn എലമെൻസ് ആണ്. ശരിയല്ലേ? സെറ്റ് എയിൽ m എലമെൻസും സെറ്റ് ബിയിൽ n എലമെൻസും ആണെങ്കിൽ എ ക്രോസ് ബിയിൽ m എലമെൻസ് ഉണ്ടാവും. ഇനി എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ് റിലേഷൻസ് എന്നുള്ളത് കൊണ്ട് നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ 2⁻mn ആണ്. 2⁻mn. കാരണം സബ്സെറ്റിൻ്റെ എണ്ണം എപ്പോഴും 2 നമ്പർ ഓഫ് എലമെൻസ് ആണല്ലോ. അപ്പോൾ mn എലമെൻസ് ഉള്ള ഒരു സെറ്റിന് 2mn സബ്സെറ്റുകൾ ഉണ്ടാവില്ലേ? അതുകൊണ്ട് റിലേഷൻസിൻ്റെ എണ്ണം 2mn ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി ഉള്ളത്. ദെൻ ഫങ്ഷൻസ് എന്ന ടോപ്പിക്കിൽ ചില ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് പറയുന്നുണ്ട് അല്ലേ? ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, പൊളിനോമിയൽ ഫംഗ്ഷൻ, റാഷണൽ ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ ആൻഡ് മോഡുലസ് ഫംഗ്ഷൻ. ഞാൻ അവസാനം പറഞ്ഞ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. മോഡുലസ് ഫംഗ്ഷൻ ചിലപ്പോൾ ഒക്കെ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ തന്നെ ചോദിക്കലുണ്ട്. മോഡെക്സ് വി ഷേപ്പിൽ ഗ്രാഫ് വരുന്നത് അല്ലേ? മോഡെക്സ് -1, മോഡെക്സ് +1, മോഡെക്സ് +1, മോഡെക്സ് -2 ഇങ്ങനെയുള്ള ഗ്രാഫുകളൊക്കെ ചില സമയത്ത് ചോദിക്കലുണ്ട്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് തന്നെ മോഡെക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാനൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിനടുത്തത് സിഗ്നം ഫംഗ്ഷൻ അല്ലേ? സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ mod(x/x) ആണ് when x ≠ 0, അഥവാ x ≠ 0, x 0 അല്ലാതിരുന്നാൽ 0 ആണ് when x = 0. ഇതാണ് സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സിഗ്നം ഫംഗ്ഷൻ അല്ലേ? അതിനെ വേറെയും രീതിയിൽ ഇങ്ങനെ എഴുതാറുണ്ട് നമ്മൾ. എന്താണ്? 1 ആണ് when x > 0, 0 ആണ് when x = 0, -1 ആണ് when x < 0. ക്ലിയർ അല്ലേ? ഇതും എന്ത് തന്നെയാണ്? സിഗ്നം ഫംഗ്ഷൻ തന്നെയാണ്. ഇങ്ങനെ നമ്മൾ ചില സമയത്ത് എഴുതാറുണ്ട്. ദെൻ ബോക്സ് എക്സ്, സ്റ്റെപ്പ് ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, GIF എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലേ? ബോക്സ് ഓഫ് 0.1 0 ആണ് അല്ലേ? ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ബിഫോർ ദ നമ്പർ എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ബോക്സ് 2 എന്താണ്?
2 ആണ്. ബോക്സ് 3.5 എന്താണ്? 3 ആണ്. ഓക്കെ, ആ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ കോൺസെപ്റ്റ് കൂടി അറിഞ്ഞിരിക്കുക. ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ബിഫോർ ദ നമ്പർ ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. സോ ഇത്രയും കാര്യങ്ങളാണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലുള്ളത്. നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യാം, ഇതിലെ ക്വസ്റ്റ്യൻസിലേക്കൊന്ന് പോയി നോക്കാം അല്ലേ. സോ 2 ഓർഡേഡ് പെയർ ഈക്വൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഇത് എപ്പോഴും പലതവണ നിങ്ങൾ ചെയ്ത് പഠിച്ചതായിരിക്കും അല്ലേ. x - 1, y + 2 = 2, 1 ആണെങ്കിൽ ഫൈൻഡ് x ആൻഡ് y. എപ്പോഴും ബോർഡിനും ഓണം എക്സാമിനൊക്കെ ചോദിക്കുന്ന, ടേം എക്സാമിനൊക്കെ ചോദിക്കുന്നതാണിത്. x - 1 വിൽ ബി ഈക്വൽ ടു 2. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓർഡേഡ് പെയർ 2 ഓർഡേഡ് പെയർ ഈക്വൽ ആണെങ്കിൽ അതിലെ കറസ്പോണ്ടിങ് എലമെൻസുകളൊക്കെ ഈക്വൽ ആയിരിക്കും. സോ x = 2 + 1 = 3 ആണ്. ഡൗട്ടില്ലല്ലോ. എന്ന പോലെ y + 2 = 1 ആണെങ്കിൽ y = 1 - 2 = -1 ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ. ഡയറക്റ്റ് നമുക്ക് എപ്പോഴും ചെയ്യാൻ വേണ്ടി പറ്റുന്ന. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. അടുത്തത് a = സെറ്റ് 0, 1 ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്, NCERT ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ. ചിലപ്പോൾ A×A ചോദിക്കലുണ്ട്, ചിലപ്പോൾ A×A ചോദിക്കാറുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് A×A ആണ്. അപ്പോൾ 3 തവണ ക്രോസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രോബബിലിറ്റിയിലൊക്കെ ഹെഡും ടൈലും വരുന്ന ഔട്ട്കംസ് എഴുതാറുണ്ടല്ലോ. 2 കോയിനാണ് ടോസ് ചെയ്യുന്നതെങ്കിൽ HHT എന്ന് എഴുതാറുണ്ട്. 3 ആണെങ്കിൽ HHT എന്ന് പറഞ്ഞ് എഴുതാറുണ്ടല്ലോ. ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്കിത് എഴുതാൻ വേണ്ടി പറ്റും. നോക്കൂ നിങ്ങൾ, ഇവിടെ 0, 1 ആണ് നമുക്ക് ആകെയുള്ള 2 എലമെൻറ്റ്. അഥവാ ഹെഡും ടൈലുമായിട്ട് 0യും 1ഉം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ A×A എഴുതുന്ന സമയത്ത് ഈ എലമെൻറ്റുകൾ മാത്രം വെച്ചിട്ടുള്ള ആ ഒരു പാറ്റേൺ നമ്മൾ എഴുതാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 2 × 2 8 ഔട്ട്കംസ് ഉണ്ടാവും. 8 എലമെൻറ്റ്സ് ഈ സെറ്റിൽ ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് എഴുതിപ്പോയോക്കാം അല്ലേ. 0 0 0 ക്ലിയർ അല്ലേ. ദെൻ ട്രിപ്ലെറ്റ്, ഇതിനെ ഓർഡേഡ് ട്രിപ്ലെറ്റ് എന്ന് അതിനെക്കുറിച്ച് പറയാം കേട്ടോ. ഇനി അവസാനത്തെ 0നെ മാത്രം മാറ്റി ഇങ്ങനെ എഴുതാം. ഓക്കെ, 0 0 1. ദെൻ സെൻറ്ററിലെ 0നെ മാറ്റുകയാണെങ്കിൽ 0 1 0. ദെൻ 2 0നെയും മാറ്റുകയാണെങ്കിൽ 0 1 1. ക്ലിയർ. ഞാനിപ്പോൾ എഴുതിയ 4 എലമെൻറ്റും 0 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 4 എലമെൻറ്റാണ്. ഇതേപോലെ 1 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 4 എലമെൻറ്റ് ഉണ്ടാവില്ലേ. കറക്റ്റ് അല്ലേ. 1 1 1 പറഞ്ഞോളൂ. 1 1 0 1 0 1 ദെൻ 1 0 0. ക്ലിയർ. അവസാനത്തെ 2 ആളെയും മാറ്റി. ഇങ്ങനെ 2⁻³ ടോട്ടലി 8 ഔട്ട്കംസ് ആണ് നമുക്ക് ഉണ്ടാവുക. ഔട്ട്കംസ് ഇൻ ദ സെൻസ് എലമെൻറ്റ്സ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. പ്രോബബിലിറ്റീൻ്റെ കേസിൽ നമ്മൾ ഔട്ട്കംസ് എന്ന് പറയാറുണ്ടല്ലോ. സോ പ്രോബബിലിറ്റിയിൽ ആ ഒരു ഹെഡ് ടൈൽ എഴുതുന്ന പോലെ നമുക്ക് ഇത് എഴുതാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ. ഇതാണ് A×A. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഗ്രാഫ് വരയ്ക്കാനാണ്. ഞാൻ പറഞ്ഞിരുന്നു മോഡെക്സിൻ്റെ കേസിൽ എപ്പോഴും ഗ്രാഫ് വരയ്ക്കാൻ പലതവണ ചോദിക്കാറുണ്ട്. ഐഡൻറ്റിഫൈ ദ ഗ്രാഫ് ഉണ്ടാവാറുണ്ട് കേട്ടോ. സിഗ്നം ഫംഗ്ഷൻ്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിൻ്റെയൊക്കെ ഐഡൻറ്റിഫൈ ദ ഗ്രാഫ് ഉണ്ടാവാറുണ്ട്. സോ നമുക്ക് mod x - 2 ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയേണ്ട കാര്യം, ഇത് ആക്ച്വലി നമുക്ക് ടേബിൾ വരച്ചിട്ട് x 0 ആകുമ്പോൾ y എന്താണ്, y 0 ആകുമ്പോൾ x എന്താണ്, x 1 ആകുമ്പോൾ y എന്താണ്, y 1 ആകുമ്പോൾ x എന്താണ്, അങ്ങനെയൊക്കെ ചെയ്തു പോകാൻ പറ്റും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, mod xൻ്റെ എല്ലാ വെറൈറ്റിയും ഒരാൾ പഠിച്ചു വെച്ചാൽ നല്ലതാണ്. mod x എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 0യിൽ v വരുന്ന ടൈപ്പിലാണ് mod x ഉണ്ടാവുക. mod x - 1 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1ൽ ഓക്കെ +1ലാണ് എന്ത് ചെയ്യുക, അതിൻ്റെ ഷാർപ്പ് എഡ്ജ് ഉണ്ടാവുക. ദെൻ mod x + 1 ആണെങ്കിലോ, mod x + 1 ആണെങ്കിൽ നിങ്ങൾ പഠിക്കുക അത് -1ലാണ് അതിൻ്റെ ഷാർപ്പ് എഡ്ജ് ഉണ്ടാവുക. -1ലാണ് ഷാർപ്പ് എഡ്ജ് ഉണ്ടാവുക. ഓക്കെ, ദെൻ mod x + 1 അങ്ങനെ വരാറുണ്ട് ചില സമയത്ത് അല്ലേ. mod x + 1 ഇങ്ങനെ വരുന്ന സമയത്ത് ഗ്രാഫ് അറിഞ്ഞിരിക്കുക. ഗ്രാഫ് നേരെ y ആക്സിൽ 1ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദെൻ mod x - 1 ഇങ്ങനെ വന്നാൽ നമുക്ക് y ആക്സിലെ താഴത്തിലെ -1ലേക്ക് ഇങ്ങനെ ഡൗൺ ചെയ്യും. ക്ലിയർ അല്ലേ. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ വെറൈറ്റിയും mod xൻ്റെ കേസിൽ പഠിച്ചു വെച്ചാൽ ഗ്രാഫ് വരയ്ക്കാൻ ഒന്നുകൂടെ എളുപ്പമുണ്ടാവും. ഞാനൊക്കെ 1 വെച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ. 2 വരികയാണെങ്കിലും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. mod x - 2 എന്ന് പറഞ്ഞാൽ ഈ പാറ്റേണിലല്ലേ ഉണ്ടാവുക. കൃത്യമല്ലേ. x ആക്സിസിലെ +2ലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക.
സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ചാൽ മാത്രം എഴുതിയാൽ മതി. mod x മൈനസ് 2ൻ്റെ ഗ്രാഫ് മാത്രം അവിടെ ചോദിച്ചിട്ടുള്ളൂ. സോ mod x മൈനസ് 2 ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഈ പോയിന്റ് 2 ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. mod x മൈനസ് 2ൻ്റെ ഗ്രാഫാണത്. ക്ലിയർ അല്ലേ? നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല വൃത്തിയിൽ സ്കെയിലൊക്കെ വരച്ചിട്ട് വരക്കണേ. ഓക്കെ, റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഇതെപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ബോർഡ് എക്സാമിന് റിലേഷൻ ആൻഡ് ഫംഗ്ഷന് ഈ ഡൊമൈൻ ആൻഡ് റേഞ്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ഓരോ വർഷവും 2-3 പാറ്റേണിൽ ചോദിക്കാറുള്ളൂ. ടെക്സ്റ്റ് ബുക്കിലെ റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലെ അവസാനത്തെ എക്സസൈസിലെ ആ ഒരു പാറ്റേണിൽ ഏതെങ്കിലും ഒന്നാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. സോ അത് നല്ല വൃത്തിക്ക് പഠിക്കുക. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 3/x-4. ഇത് വേഗത്തിൽ കിട്ടുന്നതാണ്. എക്സ് മൈനസ് 3/x-4. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഡൊമൈൻ എഴുതുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കേണ്ട കാര്യം, നോർമലി ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിലും അതേപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണെങ്കിലും മറ്റേത് പോളിനോമിയൽ ആണെങ്കിലും മോഡുലസ് ആണെങ്കിലും ഒന്നും എപ്പോഴും റിയൽ നമ്പേഴ്സാണ് ഡൊമൈനായിട്ട് വരിക. ഫ്രാക്ഷൻ വരുമ്പോഴും റൂട്ട് വരുമ്പോഴും ഈ 2 ഘട്ടത്തിൽ മാത്രം അങ്ങ് സൂക്ഷിക്കേണ്ടത്. ഫ്രാക്ഷൻ വരുമ്പോൾ ഡിനോമിനേറ്റർ 0 ആവരുത്. ഡിനോമിനേറ്റർ 0 ആകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അയാളെ ഡൊമൈൻ ഒഴിവാക്കണം, റിയൽ നമ്പേഴ്സിന് ഒഴിവാക്കണം. ഡൊമൈൻ എന്നല്ല, റിയൽ നമ്പേഴ്സിന് ഒഴിവാക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിന് 4 എന്ന് വരുന്ന സമയത്ത് ഡിനോമിനേറ്റർ 0 ആയി പോവില്ലേ? കാരണം 4 - 4 = 0 എന്ന് വരും. അതുകൊണ്ട് എക്സ് 4 ആകാൻ വേണ്ടി പാടില്ല, വേറെ എന്ത് വേണമെങ്കിലും ആവാം. അതുകൊണ്ട് ഡൊമൈൻ എന്താണ് വരിക? ഡൊമൈൻ ഇസ് ഈക്വൽ ടു, ഈസി ആയിട്ട് പറയാൻ പറ്റും, എല്ലാ റിയൽ നമ്പേഴ്സും പറ്റും, ബട്ട് 4 എന്ന നമ്പർ മാത്രം നമുക്ക് പറ്റില്ല. ക്ലിയർ അല്ലേ? ഇതാണ് ഇതിൻ്റെ ഡൊമൈൻ വരിക. ഇനി റേഞ്ച് കാണുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യം y is equal to x - 3/x-4 എന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് ഇവിടെ നിന്ന് x is equal to എന്ന് എന്താ ഉണ്ടാക്കി വെക്കുക, x is equal to ഉണ്ടാക്കി വെക്കുക. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? yx - 4y is equal to x - 3. എക്സുകളൊക്കെ ഒരേ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ yx - x is equal to 4y - 3 എന്ന് വരും. ദെൻ സിംപ്ലിഫൈ ചെയ്താൽ എക്സ് കോമൺ ഔട്ട് ചെയ്യാം. x × y - 1 is equal to 4y - 3. ദാറ്റ് ഈസ് x is equal to 4y - 3 ഡിവൈഡഡ് ബൈ y - 1 എന്നല്ലേ വരിക. ഇങ്ങനെ നമുക്ക് എക്സ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലായി, x is equal to 4y - 3/y - 1. എക്സിൻ്റെ ആൻസർ അപ്പോഴാണ് നോട്ട് ഡിഫൈൻഡ് ആവുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഡിനോമിനേറ്റർ വീണ്ടും 0 ആകാൻ വേണ്ടി പാടില്ല, അഥവാ y 1 ആകാൻ വേണ്ടി പാടില്ല അല്ലേ? y 1 ആവാൻ വേണ്ടി പാടില്ല. ഞാൻ ഈ ചെയ്ത സ്റ്റെപ്പിലൊന്നും ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീണ്ടും തീർക്കണേ. എന്ന് പറഞ്ഞാൽ ആദ്യം x is equal to എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഡിനോമിനേറ്ററിനെ ലെഫ്റ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, എക്സ് കോമൺ ഔട്ട് ചെയ്തു, എന്നിട്ട് എക്സിന് മാത്രം ലെഫ്റ്റിൽ കീപ്പ് ചെയ്തു, ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ y 1 ആയിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയി പോകും. അതോ y 1 ആവില്ല എന്ന് കൂടിയാണ് അതിന് മീനിങ്. y 1 ആകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ y 1 ആവാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞാൽ y 1 ആവില്ല. ക്ലിയർ അല്ലേ? അഥവാ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്താ നമുക്ക് വരുന്നത്? റേഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാ റിയൽ നമ്പറും വരും. ആര് വരില്ല? 1 വരില്ല, അല്ലെങ്കിൽ 1 വരാൻ വേണ്ടി പാടില്ല. സെറ്റാണല്ലോ? ഇതാണ് നമുക്ക് ഓവറോൾ ഇവിടെ അറിയാനുള്ള കാര്യം. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. വളരെ ഡയറക്റ്റായിട്ട് കോൺസെപ്ഷ്യൽ ഒരു ക്വസ്റ്റ്യനാണ്. കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സെറ്റ് എയിൽ 1, 2, 3 3 എലമെൻ്റ് ഉണ്ട്. സെറ്റ് ബിയിൽ 1, 4 2 എലമെൻ്റ് ഉണ്ട്. നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? അപ്പോൾ എന്താണ് നമ്പർ ഓഫ് എ ക്രോസ് ബി? നമ്പർ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ 3 × 2 = 6 ആണ്. അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ് എത്രടാ? നമ്പർ ഓഫ് സബ്സെറ്റുകൾ 2⁻6 അല്ലേ? 2⁻6. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് 2⁻6, ഓപ്ഷൻ ഡി ആണ്. ഇതിനടുത്ത് എക്സും വൈയും കാണാനാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത് പരിചയമുള്ളതാണ്, ഞാൻ വീണ്ടും ചെയ്യുന്നില്ല. അതുകൊണ്ട് അവിടെ എക്സും വൈയും കണ്ടുപിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ എപ്പോഴും വരുന്നത് തന്നെ കേട്ടോ. എക്സും വൈയും കാണുന്ന ഓർഡേഡ് പെയർ 2 ഈക്വലായിട്ട് തന്നിട്ട് എലമെൻസുകൾ ഈക്വലാക്കിയിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f is defined from r - 0 to real numbers defined by f of x is equal to 1/x. f of x is equal to 1/xൻ്റെ ഗ്രാഫ് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് ചോദിക്കാറില്ല, ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലേ? 0യിൽ ഡിഫൈൻഡ് അല്ലല്ലോ ഫംഗ്ഷൻ, 1/x അല്ലേ? അപ്പോൾ അതിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് മാത്രം പഠിച്ചു വെക്കുക. ഓക്കെ, 1/x. f of x is equal to 1/x. ടെക്സ്റ്റ് ബുക്ക് നല്ല വൃത്തിക്ക് ഒരാൾ മറിച്ച് നോക്കുന്ന സമയത്ത് ഇത് കാണാൻ വേണ്ടി പറ്റും. പോളിനോമിയൽ ഫംഗ്ഷൻ പറയുന്ന സ്ഥലത്താണ് ഈ ഫംഗ്ഷൻ
പറയുന്നത്. റാഷണൽ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഗ്രാഫ് വെച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 - x². ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും കാണാനാണ്. ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് നോക്കണേ. അഥവാ ഇത് റൂട്ട് ഓഫ് 9 - x² ചോദിക്കാറുണ്ട്, റൂട്ട് ഓഫ് x² - 9 ചോദിക്കാറുണ്ട്. ഡൊമൈൻ കാണാനും റേഞ്ച് കാണാനും. അപ്പോൾ റൂട്ട് വന്നാൽ റൂട്ടിനുള്ളിൽ എന്ത് വരരുത്? നെഗറ്റീവ് വരാൻ വേണ്ടി പാടില്ല അല്ലേ? അപ്പോൾ 9 - x² മസ്റ്റായിട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണ്ടേ? ദാറ്റ് ഈസ് 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x² ആവണം. ദാറ്റ് ഈസ് x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആവണം. ദാറ്റ് ഈസ് x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആവണം. ദാറ്റ് ഈസ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താവണം? +or -3 എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? അത് രണ്ട് രീതിയിൽ എഴുതാറുണ്ട്. -3യുടെയും 3യുടെയും ഉള്ളിലാവണം എന്നാണ് പറയാറുള്ളത് അല്ലേ? -3യുടെയും 3യുടെയും ഉള്ളിലാണ് എക്സ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഇതിൻ്റെ ഡൊമൈൻ എളുപ്പത്തിൽ പറയാൻ വേണ്ടി പറ്റുമല്ലോ. ഇതിൻ്റെ ഡൊമൈൻ എന്തായിരിക്കും? -3യുടെയും 3യുടെയും ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ -3 to 3 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 9 - x²ഉം റൂട്ട് ഓഫ് x² - 9ഉം നല്ല വൃത്തിക്ക് പഠിക്കണം. അതിൻ്റെ ലോജിക് തിങ്ക് ചെയ്താലും മതി. റൂട്ട് ഓഫ് 9 - x², എക്സിന് 3നേക്കാൾ വലിയ നമ്പർ ഇട്ടാൽ എന്തായാലും റൂട്ടിനുള്ളിൽ നെഗറ്റീവ് അല്ലേ വരിക? 9 - 4 ഒക്കെ കൊടുത്താൽ 9 - 16 വരും, നെഗറ്റീവ് ആവും. -4 കൊടുത്താലും അതന്നെ സംഭവിക്കും. അതുകൊണ്ട് നെഗറ്റീവ് വരാത്ത നമ്പേഴ്സ് മാത്രമേ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ദാറ്റ് ഈസ് -3യുടെയും 3യുടെയും ഉള്ളിൽ കൊടുത്താൽ മതി. ഇനി അങ്ങനെ കൊടുത്താൽ റേഞ്ച് എന്താണ് കിട്ടുക? അപ്പോൾ ഇവിടെ നമ്മൾ റിസ്ക് എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ ചെയ്യണമെന്നില്ല. എങ്ങനെ? y കൊടുത്ത് ചെയ്യണമെന്നില്ല. y കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടുമ്പോൾ ഫോർ എക്സാമ്പിൾ y is equal to root of 9 - x², ദെൻ സ്ക്വയർ ചെയ്താൽ y² is equal to 9 - x² എന്നൊക്കെ വരും. ദെൻ x² is equal to 9 - y², ദെൻ x is equal to root of 9 - y² എന്ന് വരും. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക എന്നുള്ളത് നമുക്ക് വേഗത്തിൽ കിട്ടും. y എന്തൊക്കെയാവും എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ജസ്റ്റ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇവിടെ എക്സിന് മിനിമം നമ്പർ ആയിട്ടുള്ള -3 കൊടുത്താലും റൂട്ടിൻ്റെ ഉള്ളിൽ 0 വരും. മാക്സിമം ആയിട്ടുള്ള +3 കൊടുത്താലും റൂട്ടിനുള്ളിൽ 0 വരും. അതിനുള്ളിൽ കൊടുത്താലൊക്കെ എന്തായിരിക്കും വരിക? 3യുടെ ഇടയിലുള്ള ആൻസറേ വരുള്ളൂ അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൂട്ട് 9 - x² എക്സിന് 0 എന്ന് തന്നെ കൊടുത്താൽ കഴിഞ്ഞാൽ റൂട്ട് 9 മാത്രമേ ഉണ്ടാവുള്ളൂ, +3 മാത്രമേ ആൻസർ ആയിട്ട് വരുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? റേഞ്ചിൻ്റെ മിനിമം ആൻസർ 0 ആണ്. മാക്സിമം ആൻസർ ഈ റൂട്ടിൻ്റെ ക്വസ്റ്റിൽ എപ്പോഴും റേഞ്ചിൻ്റെ മിനിമം ആൻസർ 0 ആയിട്ട് പഠിച്ചു നോക്കുക കേട്ടോ. ഇങ്ങനെ വരുന്ന കേസിൽ മാത്രം. ഓക്കെ, 0 to infinity, 0 to 3, മാക്സിമം 3 അല്ലേ? ക്ലിയർ എന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. പക്ഷെ നോർമലി ലോജിക്കലി തിങ്ക് ചെയ്താൽ നമുക്കിതിന് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, ഫൈൻ. ഇനി നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താ ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കുക. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? സ്ക്രീൻഷോട്ട് എടുത്തോളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സും വൈയും കാണാനും അതേപോലെ തന്നെ എക്രോസ് എ കാണാനൊക്കെയാണ് -1, എന്ന സെറ്റിൻ്റെ എക്രോസ് എ. ദെൻ അടുത്തതിലും ഗ്രാഫ് വരയ്ക്കാനുണ്ട്, അതേപോലെ തന്നെ റേഞ്ച് എഴുതാനൊക്കെ ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് 3rd ചാപ്റ്ററാണ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് അല്ലേ? നിങ്ങൾക്ക് പലർക്കും ചിലർക്കത് ഫേവറേറ്റ് ചാപ്റ്ററാണ്, ചിലർ സ്കിപ്പ് ചെയ്യുന്ന ചാപ്റ്റർ എന്നൊക്കെ അതിനെക്കുറിച്ച് പറയാറുള്ളത് അല്ലേ? ട്രിഗണോമെട്രി കുറേ ഐഡൻറ്റിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. കുറേ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. എല്ലാ ഐഡൻറ്റിറ്റീസും പഠിച്ചാലേ ചാപ്റ്റർ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമ്മൾ PYQ ഒക്കെ നോക്കുന്ന സമയത്ത് കുറേയൊക്കെ ഒരേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് അതേപോലെ ചോദിക്കുന്നൊരു ചാപ്റ്റർ കൂടിയാണ്. എക്സാമ്പിളിനും എക്സസൈസിനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, എല്ലാം കൂടെ പറയാൻ നമുക്ക് നേരില്ല. പ്രധാനമായിട്ട് അറിയേണ്ട കാര്യം ഡിഗ്രി എന്ന് റേഡിയനിലേക്ക് മാറ്റുന്നതും റേഡിയൻ എന്ന് ഡിഗ്രിയിലേക്ക് മാറ്റുന്നതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. θ = L/R എന്ന റിലേഷൻ അല്ലേ? ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് ആർക്ക് ലെങ്ത്തും അതേപോലെ തന്നെ സെൻട്രൽ ആംഗിളും റേഡിയസും തന്നാൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് മിസ്സിംഗ് ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ റിലേഷൻ യൂസ് ചെയ്യാറുണ്ട്. θ = L/R, where L is the arc length, R is the radius, θ is the central angle which is in radian. ഓക്കെ, ദെൻ റേഡിയൻ ടു ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ 180 മൾട്ടിപ്ലൈ വിത്ത് 180/π ആണ് അല്ലേ? ഡിഗ്രി ടു റേഡിയൻ ആണെങ്കിൽ π/180 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ പ്രധാനമായിട്ട് നിങ്ങൾ ഐഡൻറ്റിറ്റീസ് ഒക്കെ നോക്കണേ. അതിൽ cos2θ അതേപോലെ തന്നെ sin2θ tan2θ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള റിസൾട്ടുകളും അതൊക്കെ തന്നെയായിരിക്കും.
ദെൻ സൈൻ എ പ്ലസ് ബി സൈൻ എ മൈനസ് ബി, കോസ് എ പ്ലസ് ബി കോസ് എ മൈനസ് ബി, ടാൻ എ പ്ലസ് ബി ടാൻ എ മൈനസ് ബി, എല്ലതും അങ്ങനെ ഒരു 34 ഐഡൻറ്റിറ്റീസ് മിനിമം ആ ചാപ്റ്ററിലുണ്ട്. ആ ഐഡൻറ്റിറ്റീസ് എല്ലാവരും ഓർത്ത് വെക്കണം. സോ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയി നോക്കാം. സൈൻ സ്ക്വയർ പൈ ബൈ 6 പ്ലസ് കോസ് സ്ക്വയർ പൈ ബൈ 3 മൈനസ് ടാൻ സ്ക്വയർ പൈ ബൈ 4 ഇസ് ഈക്വൽ ടു -1/2 എന്ന് പ്രൂവ് ചെയ്യാനാ അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൈൻ സ്ക്വയർ പൈ ബൈ 6 അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം സൈൻ പൈ ബൈ 6 സൈൻ 30 അല്ലേ? സൈൻ 30 1/2 ആണ് അല്ലേ? അപ്പോൾ 1/2ൻ്റെ സ്ക്വയർ പ്ലസ് കോസ് 60 കോസ് പൈ ബൈ 3 കോസ് 60 അതിൻ്റെ സ്ക്വയർ 1/2 സ്ക്വയർ മൈനസ് ടാൻ പൈ ബൈ 4ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 1ൻ്റെ സ്ക്വയർ that is equal to 1/4 plus 1/4 minus 1 that is equal to 1/2 minus 1 is equal to -1/2. hence proved അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പലതവണ കണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കും, ഞാൻ അതിലേക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകുന്നില്ല, പ്രാക്ടീസ് വേണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് കോസ് 7x പ്ലസ് കോസ് 5x ബൈ സൈൻ 7x മൈനസ് സൈൻ 5x റിസൾട്ടാണ് അല്ലേ? കോസ് എ പ്ലസ് കോസ് ബി ആണ് ന്യൂമറേറ്ററിലുള്ളത്. എന്താണ് കോസ് എ പ്ലസ് കോസ് ബി? എല്ലാവർക്കും അറിയണ റിസൾട്ട് 2 cos a plus b by 2 cos a minus b by 2 അല്ലേ? അപ്പോൾ 2 cos a plus b by 2 എന്ന് പറഞ്ഞാൽ 7x plus 5x by 2 12x by 2 6x. ക്ലിയർ അല്ലേ? cos a minus b by 2 that is 7x minus 5x by 2 that is 2x by 2 is equal to x. ക്ലിയർ ആണല്ലോ? all divided by then ബാക്കി എന്താ വരിക നമ്മൾ നോക്കൂ. sin a minus sin b, sin a minus sin b എന്ന് പറഞ്ഞാൽ 2 cos a plus b by 2 sin a minus b by 2 അല്ലേ? that is 12x by 2 6x and sin 7x minus 5x 2x by 2 that is x. ഏതെല്ലാം ക്യാൻസൽ ആയി പോയി? 2 ക്യാൻസൽ, cos 6x ക്യാൻസൽ, cos x by sin x is equal to cot x. hence proved. കണ്ട, വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും, റിസൾട്ട് അറിയണമെന്ന് മാത്രം അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വളരെ സിമ്പിളായിട്ട് ചോദിച്ചിട്ടുണ്ട് 1 മൈനസ് ടാൻ സ്ക്വയർ 15. ആദ്യം കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇതെങ്ങനെയാണ് ടാൻ 15ൻ്റെ വാല്യൂ ഒന്നും എനിക്കറിയില്ലല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. ആദ്യം ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, ഈ ഒരു പാറ്റേൺ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കി എന്താ വരേണ്ടത്? 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ അല്ലേ? എന്താണ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 2 തീറ്റയാണെന്ന് അറിയുന്ന ഒരാൾക്ക് ഇതിന് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? കോസ് 2 × 15 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 30 അല്ലേ? കോസ് 30 എന്താണ്? √3/2 ആണ്. ക്ലിയർ? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആയിട്ട് വരും. സോ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ പാറ്റേൺ കണ്ടാൽ ഓർത്ത് വെക്കുക, ദാറ്റ് ഈസ് കോസ് 2 തീറ്റ. റിസൾട്ട് അറിയണം, റിസൾട്ട് അറിയാതെ ഒരു രക്ഷയും ട്രിഗണോമെട്രിയിൽ നമുക്ക് ചെയ്യാനില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ക്വസ്റ്റ്യൻസൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെയ്ത് നോക്കണേ. സൈൻ 3x മൈനസ് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അത് കോസ് 2x ആണെന്നുള്ളത് കത്തണം. കോസ് 2xൻ്റെ ഫസ്റ്റ് റിസൾട്ടാണ് അല്ലേ? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ദെൻ മുകളിൽ സൈൻ എ മൈനസ് സൈൻ ബി ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും, പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ടാൻ തീറ്റ 1/2 ആണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? ടാൻ തീറ്റ 1/2 tan phi is equal to 1/3. ക്വസ്റ്റ്യൻ തീറ്റ പ്ലസ് ഫൈ എന്നുള്ളത് π/4 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ടാൻ തീറ്റ പ്ലസ് ഫൈ എന്ന് നമ്മൾ കണ്ടാൽ മതി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ. റിസൾട്ട് അറിയില്ല, ടാൻ എ പ്ലസ് ബിൻ്റെ റിസൾട്ടാണ് 1 മൈനസ് ടാൻ തീറ്റ ടാൻ ഫൈ അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കാം. ടാൻ തീറ്റ 1/2 ടാൻ ഫൈ 1/3 ബൈ 1 മൈനസ് 1/2 ഇൻറ്റു 1/3. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ടാൻ തീറ്റ പ്ലസ് ഫൈ ഇസ് ഈക്വൽ ടു 1/2 പ്ലസ് 1/3 എന്ന് പറഞ്ഞാൽ 5/6 അല്ലേ? 3 + 2 5 ആണ്, ബൈ 2 × 3 6 ആണ്. 5/6 ബൈ 1 മൈനസ് 1/6 ദാറ്റ് ഈസ് 5/6 ബൈ 1 മൈനസ് 1/6 is also 5/6 ആണ്. അപ്പോൾ ടാൻ തീറ്റ പ്ലസ് ഫൈ എന്ന് പറഞ്ഞാൽ 5/6 ബൈ 5/6 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? ടാൻ എപ്പോഴാണ് 1 ആവുക? തീറ്റ പ്ലസ് ഫൈ അല്ലടാ, തീറ്റ പ്ലസ് ഫൈ
π/4 ആകുന്ന സമയത്തല്ലേ. അതുകൊണ്ട് ഹെൻസ് തീറ്റ പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു π/4. ടാൻ π/4 ആണ് 1 ആവുള്ളൂ. അതുകൊണ്ടാണ് തീറ്റ പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു π/4 ആയത്. വളരെ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ, നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ ക്വസ്റ്റ്യനാണ്. എല്ലാവരും വീണ്ടും വീണ്ടും ചെയ്ത് പഠിച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം, ടാൻ എ പ്ലസ് ബി സെറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. റെഡിയാണല്ലോ അല്ലേ? ഓക്കെ, ട്രിഗണോമെട്രിയിൽ നിന്ന് ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതലുള്ളത്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ക്വസ്റ്റ്യൻസ് തരാം. ബേസിക് റിസൾട്ട് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ട്രയാങ്കിൾസിൻ്റെ ഒക്കെ ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മീൻ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 3/5 ആണെങ്കിൽ അതർ ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് കാണാം. പൈതഗോറസ് വെച്ചിട്ട് നമുക്ക് തേർഡ് സൈഡ് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണാം അല്ലേ. സൈനും കോസും ടാനും കൊസീക്കും സീക്കും കോട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ചെയ്ത് പഠിക്കണേ. ഇപ്പോൾ അങ്ങനെയുള്ള ചില വെറൈറ്റി ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന സ്ലൈഡിൽ ചെയ്യാം. ഓക്കെ, പ്രൂവ് ദാറ്റ് sin x മൈനസ് sin y ബൈ cos x പ്ലസ് cos y is equal to tan x മൈനസ് y/2 എന്ന് പ്രൂവ് ചെയ്യാനാണ്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ചെയ്യുമല്ലോ. അടുത്തത് cos 75ൻ്റെ വാല്യൂ. ഫസ്റ്റ് നിങ്ങൾ ചെയ്യണേ. cos 75ൻ്റെ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇത് നമ്മളെങ്ങനെയാണ് ചെയ്യുക? cos 30 പ്ലസ് 45 ചെയ്താൽ മതി അല്ലേ. cos 30 പ്ലസ് 45, cos a പ്ലസ് ബി അല്ലെങ്കിൽ cos x പ്ലസ് വൈ. എന്താണ് cos x പ്ലസ് വൈ? cos x cos y മൈനസ് sin x sin y അല്ലേ. ദാറ്റ് ഈസ് cos 30 cos 45 മൈനസ് sin 30 sin 45. That is equal to cos a cos b, that is root 3/2 into 1/√2 minus 1/2 into 1/√2. That is equal to എന്ത് വരുന്നുണ്ട്? √3 മൈനസ് 1/2√2 എന്ന് കിട്ടുന്നുണ്ട് അല്ലേ. √3 മൈനസ് 1/2√2. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുമല്ലോ അല്ലേ. ഐഡിയ കിട്ടിയല്ലോ. എങ്ങനെയാണ് cos 75 അല്ലെങ്കിൽ cos 15 tan 75 tan 15 ഒക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ 30 പ്ലസ് 45 ആക്കിയിട്ടും അതേപോലെ തന്നെ നമ്മളെ 45 മൈനസ് 30 ആക്കിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ cos 75ൻ്റെ വാല്യൂ നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അവിടുത്തെ തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് ഈസ് 1.5 സെൻറ്റിമീറ്റർ ലോങ്. ക്ലോക്കിലെ അല്ലെങ്കിൽ വാച്ചിലെ ഒരു മിനിറ്റ് ഹാൻഡിൻ്റെ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനാണല്ലോ മൂവ്മെൻ്റ് ഉണ്ടാവുക, കറക്റ്റ് അല്ലേ? ഇതിനാണ് മൂവ്മെൻ്റ് ഉണ്ടാവുക. ഈ മൂവ്മെൻറ്റ് 40 മിനിറ്റാണ്. 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. ഇത് 1.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. ഓക്കെ, അഥവാ ഈച്ച് 5 മിനിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ 40 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര 5 മിനിറ്റ് ആണ് 40 മിനിറ്റ്? 8 × 5 അല്ലേ. അപ്പോൾ 8 × 30 ഡിഗ്രി എന്ന് വരും അല്ലേ. 8 × 30 ഡിഗ്രി. അപ്പോൾ 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് 8 × 30 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 240 ഡിഗ്രിയാണ്. 240 ഡിഗ്രി. ക്ലിയർ? അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്കറിയാം ഇതിൽ തീറ്റ ഈസ് ഈക്വൽ ടു L/R ആണ് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ ഫാർ ഡസ് ഇറ്റ് ടിപ്സ് മൂവ് എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് കാണണം. സോ തീറ്റ ഈസ് ഈക്വൽ ടു L/R ആണ്. ഇവിടെ കൊടുക്കേണ്ട തീറ്റ റേഡിയനിലാണല്ലോ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഡിഗ്രിയിലുള്ള ആളെ റേഡിയനിലേക്ക് മാറ്റണം. സോ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. സോ തീറ്റ ഈസ് ഈക്വൽ ടു 240 × π/180. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ 240യും 180 കൂടെ കട്ട് ചെയ്താൽ എന്താ വരിക? നമുക്ക് 4ഉം 3യും വരും അല്ലേ. 4π/3 എന്ന് വരും. 4π/3. ക്ലിയർ? അപ്പോൾ 4 × 3.14 ഡിവൈഡ് ബൈ 3. അപ്പോൾ 3.14 × 2 എന്ന് പറഞ്ഞാൽ 6.28 ആണ്. 6.28 × 4 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമുക്ക് 12.56 വരും. 12.56/3. അപ്പോൾ എന്താണ് കിട്ടുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 4.12 എന്നൊക്കെ വരും. 4.18 ഒക്കെ വരും അല്ലേ. 4.1819 ഒക്കെ വരും. എനിഹോ അതിൻ്റെ വാല്യൂസ് അല്ല, നിങ്ങൾ അതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ എന്താണ് ഇവിടുത്തെ? L കാണാൻ അല്ലേ.
അപ്പോൾ L is equal to തീറ്റ ഇൻറ്റു R ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത് 4.18 അല്ലേ, 4.18 ഇൻറ്റു 1.5. ഈ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്താണെങ്കിൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ കാൽക്കുലേഷൻ ഡെസിമൽ വരുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഇക്വേഷൻ ഏത് യൂസ് ചെയ്യണം എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇവിടെ അറിയേണ്ടത്. സോ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ടൈപ്പ് തന്നെയാണ് തീറ്റ ഇസ് ഈക്വൽ ടു L by R എന്ന റിലേഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ട്രിഗണോമെട്രിയിൽ നിന്ന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 25 ഡിഗ്രി ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 15 ഡിഗ്രി ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്തിട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സൈൻ എ പ്ലസ് സൈൻ ബി, കോസ് എ പ്ലസ് കോസ് ബി താഴെയും വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ അല്ലേ. ഓക്കെ ഫൈൻ. ഇതിനടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാനുള്ളത് കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പർ നമ്മൾ 4th ചാപ്റ്ററാണ്, കുറച്ചും കൂടെ ഒക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് അല്ലേ. സോ √-1 നമ്മൾ ഐ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. I ഫോർ അയോട്ടയാണ്. ദെൻ ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയും. A+IB ആണ് കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ, ജനറൽ ടേം എന്ന് പറയുന്നത് Z is equal to A+IB ആണ്. R റിയൽ പാർട്ട് അല്ലേ, REZ ദാറ്റ് ഈസ് ഈക്വൽ ടു A ആണ്. IMZ ദാറ്റ് ഈസ് ഈക്വൽ ടു B ആണ്. ഇമാജിനറി പാർട്ടിന് B എന്ന് പറയും. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ റിയലും ഈക്വൽ ആവണം, ഇമാജിനറി ഈക്വൽ ആവണം. അതേപോലെ തന്നെ പ്രധാനമായിട്ട് അറിയേണ്ടത് ഈ ചാപ്റ്ററിൽ Z ബാർ എന്ന് പറഞ്ഞാൽ A+IBയുടെ Z ബാർ A-IB ആണ്. ഇമാജിനറി പാർട്ടിൻ്റെ മാത്രം സൈൻ ചേഞ്ച് ചെയ്താൽ മതി അല്ലേ. മോഡുലസ് ഓഫ് Z ദാറ്റ് ഈസ് √(A² + B² ആണ്. Z ഇൻവേഴ്സ് is equal to Z ബാർ ബൈ മോഡ് Z² അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു A-IB ബൈ A² + B² ചെയ്താൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കിട്ടും. ഇതിനെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഡിനോമിനേറ്ററിൽ I ഉണ്ടാവരുത് അല്ലേ, അങ്ങനെ വന്നാൽ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ ഐയുടെ പവേഴ്സ് എത്ര വലിയ നമ്പർ വന്നാലും അതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കണം. ദാറ്റ് ഈസ് I is equal to √-1 ആണ്. I² is equal to -1 ആണ്. I³ is equal to I - I ആണ്. I⁴ is equal to 1 ആണ് അല്ലേ. അപ്പോൾ ഇനി ഏത് വലിയ നമ്പർ ആണെങ്കിലും I⁴ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് എപ്പോഴും 1 ആയിരിക്കും. അതിനടുത്ത നമ്പർ ആണെങ്കിൽ I ആയിരിക്കും, പിന്നെ -1 ആയിരിക്കും, പിന്നെ -I ആയിരിക്കും. 1I -1 -I എന്ന പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ് ചെയ്യുക. 4ൻ്റെ മൾട്ടിപ്പിൾ ഇങ്ങനെ പോകുന്നതിനനുസരിച്ച്. ഓക്കെ, 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 1, പിന്നെ I, പിന്നെ -1, പിന്നെ -I. ഇത് ഓർക്കാനൊരു ഷോർട്ട് കട്ട് നമ്മളിങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്. ഐയുടെ പവറിൽ ഈവൻ നമ്പർ ആണെങ്കിൽ 1 -1 വരുള്ളൂ, 1 -1 വരുള്ളൂ. അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 1, 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ -1. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ I⁻2026 അല്ലേ, ദിസ് ഇയർ I⁻2026 ഈവൻ നമ്പർ ആണല്ലോ. 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് 26 കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക, -1 ആയിരിക്കും വരിക. കാരണം 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ -1, 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 1. ഇപ്പോൾ നിങ്ങളുടെ വയസ്സ് എത്രയായിരിക്കും? ഏകദേശം 10th ഒക്കെ കഴിഞ്ഞ് 11th 16 ആയിരിക്കും, ഏകദേശം 16 or 17 ആയിരിക്കും. I⁻16 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ, 1 ആയിരിക്കും. ഇനി ഇതിൽ 17 ഏജ് ഉള്ളവരുണ്ടാവും. I⁻17 4ൻ്റെ മൾട്ടിപ്പിളിൻ്റെ തൊട്ടടുത്ത നമ്പറാണ്, ഓഡാണ് അല്ലേ. അപ്പോൾ അവിടെ I ആയിരിക്കും. അപ്പോൾ ഓഡ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് കൂടെ പറഞ്ഞുതരാം. ഓഡ് വന്നാൽ IO -IO വരും. ഓക്കെ, 4ൻ്റെ മൾട്ടിപ്പിളിൻ്റെ അടുത്ത നമ്പർ ആണെങ്കിൽ I, നെക്സ്റ്റ് നമ്പർ ആണെങ്കിൽ I, പ്രിസീഡിങ് നമ്പർ ആണെങ്കിൽ -I, സക്സീഡിങ് നമ്പർ ആണെങ്കിൽ I, അടുത്ത നമ്പർ ആണെങ്കിൽ I, തൊട്ടുപിറകിലുള്ള നമ്പർ ആണെങ്കിൽ -I. ഓക്കെ, അപ്പോൾ I⁻39 -I അല്ലേ വരിക. കാരണം എന്താ, 14ൻ്റെ തൊട്ട് പിറകുള്ള നമ്പറാണ്. I⁻35 അല്ലെങ്കിൽ 35 -I. ക്ലിയർ അല്ലേ. അപ്പോൾ ഈ പവേഴ്സ് ഓഫ് I എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ ചെയ്യാനും പവേഴ്സ് ഓഫ് I അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് Z ഇൻവേഴ്സ് is equal to Z ബാർ ബൈ മോഡ് Z² എന്നറിയുന്ന ഏതൊരാൾക്കും ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. 3 - 4i ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ, 3 - 4i. അപ്പോൾ Z ഇൻവേഴ്സ് എന്താ വരിക, നമുക്ക് എല്ലാവർക്കും അറിയാം A-IB ബൈ A² + B² ചെയ്താൽ ഒറ്റയടിക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ചെയ്താൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ 3 - 4iയുടെ കോൺജുഗേറ്റ് എന്താ വരിക, 3 + 4i അല്ലേ.
ദെൻ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ഒറ്റയടിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 4i ഡിവൈഡ് ബൈ 9 പ്ലസ് 16 25. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/25 പ്ലസ് 4/25i. ദിസ് ഈസ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദി 3 മൈനസ് 4i. ഇത് സ്റ്റെപ്പായിട്ട് എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാട്ടോ. ഇപ്പോൾ മോഡ് സെറ്റ് ഒക്കെ √3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് എഴുതാം, എന്നിട്ട് √25 എന്ന് എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതാം. പക്ഷെ ഇവിടെ ഇത് സ്ക്വയർ ആണ് വേണ്ടത്, അതുകൊണ്ട് വീണ്ടും 25 ആവും ഡിനോമിനേറ്ററിൽ. ദെൻ 3 മൈനസ് 4i എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ z ബാർ 3 പ്ലസ് 4i ആയിരിക്കും. അങ്ങനെ വീണ്ടും ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതൊക്കെ ഡിപ്പെൻഡ്സ് ദ മാർക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ദെൻ അടുത്ത് എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ 1 പ്ലസ് i ബൈ 1 മൈനസ് i ഇൻ എക്സ് പ്ലസ് ഐ ഫോം. ഓക്കെ, എക്സ് പ്ലസ് ഐ ബൈ ഫോം. 1 പ്ലസ് i ബൈ 1 മൈനസ് i ഇതെപ്പോഴും ക്വസ്റ്റ്യനിൽ വരാറുണ്ട്, നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ബേസിക്കലി എന്താണ്? 1 പ്ലസ് i ആണ് ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ ചെയ്ത് കിട്ടാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നോർമലി ഞാൻ പറഞ്ഞു തരാം, ഇത് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഇത് ചെയ്യാൻ കേട്ടോ. 1 പ്ലസ് i ബൈ 1 മൈനസ് i എന്ന് പറഞ്ഞാൽ ഓൾവേസ് i ആണ്. ആ ഒരു ആൻസർ ആൾ ബൈ ഹാർട്ട് ചെയ്താണെങ്കിൽ, ഇത് MCQ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് ദ ആൻസർ ഈസ് i എന്ന് എഴുതാൻ വേണ്ടി പറ്റും. 1 പ്ലസ് i ബൈ 1 മൈനസ് i ഈസ് i, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ മുകളിൽ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് എഴുതുന്നതെങ്കിൽ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ 1 സ്ക്വയർ പ്ലസ് 2i പ്ലസ് i സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ a മൈനസ് ib ഇൻറ്റു a പ്ലസ് ib, a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ് താഴെ വരിക. മുകളിൽ 1 പ്ലസ് 2i മൈനസ് 1, i സ്ക്വയർ മൈനസ് 1 അല്ലേ? 1 മൈനസ് 1 കട്ടായി പോയാൽ 2i ബൈ 2 ഇസ് ഈക്വൽ ടു i. കണ്ടോ? അപ്പോൾ ഒറ്റയടിക്ക് അറിയുന്ന ഒരാൾക്ക് 1 പ്ലസ് i ബൈ 1 മൈനസ് i ഇസ് ഈക്വൽ ടു i എന്ന് അറിയുന്ന ഒരാൾക്ക് ഒറ്റയടിക്ക് ആൻസർ ചെയ്താൻ വേണ്ടി പറ്റില്ലേ? അപ്പോൾ തിരിച്ചും അറിഞ്ഞു വെക്കുക. 1 മൈനസ് i ബൈ 1 പ്ലസ് i വന്നാലോ എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് മൈനസ് i ആണ്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ ഇനി ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ ഒറ്റയടിക്ക് ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് മാർക്ക് അനുസരിച്ചാൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആൻസർ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ i എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഐ ഫോമിൽ എഴുതുമ്പോൾ 0 പ്ലസ് 1i എന്ന് എഴുതിയാൽ മതി. റിയൽ പാർട്ടിലെ കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ ഇമാജിനറി പാർട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? i പ്ലസ് i സ്ക്വയർ പ്ലസ് i ക്യൂബ് എന്താണെന്നുള്ളതാണ്. ജസ്റ്റ് അറിഞ്ഞാൽ മതി. i എന്ന് പറഞ്ഞാൽ i തന്നെ, √-1 വേണമെങ്കിൽ എഴുതാം. ബട്ട് സാധാരണ നമ്മൾ ഐയുടെ വാല്യൂ അങ്ങനെ എഴുതാറില്ല. കാരണം തിരിച്ച് i എന്ന് കൊടുക്കാനാണ് നമ്മൾ √-1 i ആക്കുന്നത്. ഐയുടെ വാല്യൂ √-1 നമ്മൾ അങ്ങനെ എഴുതാറില്ല. √-1 എവിടെയെങ്കിലും കാണുമ്പോൾ അതിന് i എഴുതാറുണ്ട്. ഓക്കെ, i സ്ക്വയർ -1 ആണ്. i ക്യൂബ് എന്താണ്? -i ആണ്. യെസ്, ആര് കട്ടായിപ്പോയി? ഐയും -iയും കൂടെ കട്ടായി പോയി കഴിഞ്ഞാൽ ആര് ബാക്കിയുള്ളൂടാ? -1 മാത്രമേ ബാക്കിയുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരികയാണേ. z1 is equal to 2 plus i, z2 is equal to 1 plus i. ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്രസ് z1 ഇൻറ്റു z2 ഡിവൈഡ് ബൈ z2 ബാർ. അത് a പ്ലസ് ib ഫോമിൽ എഴുതാനാണ്. a പ്ലസ് ib ഫോമിൽ എഴുതണമെങ്കിൽ എന്ത് തന്നെ വന്നാലും ഡിനോമിനേറ്ററിൽ എന്തുണ്ടാകാൻ വേണ്ടി പാടില്ല? i ഉണ്ടാവരുത് അല്ലേ? അപ്പോൾ ഇത് കുറച്ച് മാർക്ക് ഉണ്ട്, 3 മാർക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. z1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് i ഇൻറ്റു 1 പ്ലസ് i ഡിവൈഡഡ് ബൈ z2 ബാർ ആണ് 1 മൈനസ് i അല്ലേ? 1 പ്ലസ് ഐൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് i ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ന്യൂമറേറ്റർ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. എന്നിട്ട് ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് ആയിട്ടുള്ള 1 പ്ലസ് i കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരികയാണേ. സ്ക്രീൻഷോട്ട് എടുക്കുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഫൈൻ, ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ വേറെയും ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. 1 മൈനസ് i ഓൾ റേസ് ടു 6 ആണ്. രണ്ട് രീതിയിൽ ചെയ്യാം അല്ലേ? 1 മൈനസ് i ഓൾ ക്യൂബ് ദി ഹോൾ സ്ക്വയർ ആക്കാം, 1 മൈനസ് i ഓൾ സ്ക്വയർ ദി ഹോൾ ക്യൂബ് ആക്കാം. നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയ രീതിയിൽ ചെയ്യാം. ഇനി ഒരാൾക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ,
കാരണം നമുക്കറിയാം a മൈനസ് ബി ഓൾ റേസ് ടു 6 ഒക്കെ നമുക്ക് ബൈനോമിയൽ വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓർഗൻ്റെ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ് 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ. 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ എന്തായിരുന്നു? തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ. 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ അതെന്താണ്? മൈനസ് ഐ ആണ്. അപ്പോൾ അത് അറിയുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാണ്. ഐ റേസ് ടു മൈനസ് 35. മൈനസ് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? അത് 1 ബൈ ഐ റേസ് ടു 35 ആക്കിയാൽ മതി. ഐ റേസ് ടു 35 എന്ന് പറഞ്ഞാൽ മൈനസ് ഐ അല്ലേ? അപ്പോൾ 1 ബൈ മൈനസ് ഐ ആണ്. അപ്പോൾ കോൺജുഗേറ്റ് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഐ ബൈ മൈനസ് ഓഫ് മൈനസ് 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ബൈ 1 ഐ. മൈനസ് ഓഫ് മൈനസ് 1 മനസ്സിലായിട്ടുണ്ടാവും. മൈനസ് ഓഫ് ഐ ഇൻറ്റു ഐ സ്ക്വയർ അല്ലേ? അപ്പോൾ ഐ സ്ക്വയറിൻ്റെ വാല്യൂ മൈനസ് 1 ആണല്ലോ. മൈനസ് ഓഫ് മൈനസ് 1 ആണത് പ്ലസ് 1 ആണ്. അപ്പോൾ ഐ ബൈ 1 ഇസ് ഈക്വൽ ടു ഐ. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാനും നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ. ഈ 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ സ്റ്റേറ്റ് സിലബസിൽ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ, അത് ഐ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ചാപ്റ്റർ അല്ലേ? ചെറുപ്പത്തിൽ മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ള, 10ാം ക്ലാസ് വരെ മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കാര്യമായിരിക്കും. അപ്പോൾ ലീനിയർ ഇനീക്വാലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇനീക്വാലിറ്റി സോൾവ് ചെയ്യല അല്ലേ? ആകെ 2 കാര്യങ്ങൾ ആ ചാപ്റ്ററിലുള്ളൂ. ഒന്ന് ഇനീക്വാലിറ്റി സോൾവ് ചെയ്യാൻ പഠിക്കുക, 2 ഇനീക്വാലിറ്റി നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താ? നെഗറ്റീവ് കൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഡിവൈഡ് ചെയ്യുമ്പോഴോ ഇനീക്വാലിറ്റി റിവേഴ്സ് ആക്കണം. എല്ലാവർക്കും അറിയാലോ. -x <5 ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. -x <5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പോൾ എക്സ് ലെസ് ദാൻ എന്താവണം? ഗ്രേറ്റർ ദാൻ ആവണം. 5 എന്താവും? -5 ആവും. എക്സ് ഗ്രേറ്റർ ദാൻ -5 എന്നാ, അഥവാ -5 ടു ഇൻഫിനിറ്റി ആണ്. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സോൾവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത്. നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഫിൽഡ് സർക്കിളും ഈക്വൽ ടു ഇല്ലെങ്കിൽ അൺഫിൽഡ് സർക്കിളുമായിട്ട് മാർക്ക് ചെയ്താൽ മതി അല്ലേ? ദെൻ ഇവിടെ അറിയേണ്ട കാര്യം സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റി, സ്ലാക്ക് ഇനീക്വാലിറ്റി. ഈ 2 പേരുകൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലെങ്കിൽ ഓർത്ത് വെക്കണം. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ എന്നോ ഗ്രേറ്റർ ദാൻ എന്നോ മാത്രമാണെങ്കിൽ അതിനാണ് സ്ട്രിക്റ്റ് എന്ന് പറയുക. സ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു കൂടി ഉണ്ടാവും. ഓക്കെ, അതാണ് സ്ലാക്ക് ഇനീക്വാലിറ്റി. ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ മതി. കൂടുതലായിട്ട് നമുക്ക് അവിടുന്ന് വളരെ കുറച്ച് മാർക്കിന് മാത്രമേ വരാറുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി തോന്നുന്നല്ലേ? 2x minus 1 by 3 less than or equal to 3x minus 2 by 4 സോൾവ് ചെയ്യാനാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അല്ലേ? അപ്പോൾ ആക്ച്വലി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനല്ലോ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി 2 സൈഡിൽ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രോസസ്സാണ്. ബട്ട് ഇക്വേഷനിൽ പോസിബിളായ ഓൾമോസ്റ്റ് കാര്യങ്ങളും ഇനീക്വാലിറ്റീസും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ 4 into 2x minus 1 less than or equal to 3 into 3x minus 2. That is 8x minus 4 less than or equal to 9x minus 6. എക്സുകളൊക്കെ ഒരേ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 8x minus 9x less than or equal to -6 plus 4. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് -x less than or equal to -2. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ എക്സ് ആവില്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ അവിടെ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 എന്താവും? +2 ആവും. അപ്പോൾ 2 to ഇൻഫിനിറ്റി ആണ് വരുന്നത് അല്ലേ? അപ്പോൾ നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ 0 -1 -2 -3 1 2 3 ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കൊക്കെ പോവും. ദെൻ 2 മുതൽ ഇൻഫിനിറ്റി വരെ എന്ന് പറയുമ്പോൾ 2 ഇൻക്ലൂഡിങ് ആയതുകൊണ്ട് ഫിൽഡ് സർക്കിളാണ് 2ൽ മാർക്ക് ചെയ്യേണ്ടത്. ഫിൽഡ് സർക്കിൾ. ദെൻ റൈറ്റിലേക്ക് ആരോ വരും അല്ലേ? 2 മുതൽ ഇൻഫിനിറ്റി വരെ പോകുന്നല്ലേ പറഞ്ഞേ? ഓക്കെ, സാധാരണ നിങ്ങൾ എങ്ങനെയാണ് ആരോ ചെയ്യാറുള്ളത് അതേപോലെ ചെയ്താൽ മതി. ഡൺ അല്ലേ? ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണേ. സോൾവ് ദ ഇനീക്വാലിറ്റി x plus x by 2 plus x by 3 less than or equal to 10 plus x by 6. ദെൻ സൊല്യൂഷൻ കിട്ടിയിട്ട് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണം.
ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെയ്ത് നോക്കണേ. വേറെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ അടുത്ത ചാപ്റ്റർ അല്ലേ? നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്ന് വിഭിന്നമായിട്ട് പഠിക്കുന്നൊരു ചാപ്റ്റർ, കുറേ പുതിയ കാര്യങ്ങൾ പഠിച്ചൊരു ചാപ്റ്ററാണ് അല്ലേ? പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻ്റ് ആണ്, നമുക്കറിയാം. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷനാണ്. കുറേ ഫോർമുല ഒക്കെ പഠിച്ചിട്ടുണ്ട് നമ്മളല്ലേ? സാധാരണ നമ്മൾ ബോക്സ് ഒക്കെ വരച്ച് ചെയ്താൽ മതി ചില കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വേർഡ് എന്ന 4 ലെറ്റർ വേർഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര 4 ലെറ്റർ വേർഡ്സ് ഉണ്ട്? ഓക്കെ, അതിൻ്റെ ലെറ്റേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട്. റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ 4 × 4 × 4 × 4 ദാറ്റ് ഈസ് 4⁴ അലൗഡ് ആണല്ലേ? 4⁴ വേർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. റെപ്പറ്റീഷൻ അലൗഡ് അല്ലെങ്കിൽ 4 × 3 × 2 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 24. ആക്ച്വലി ഇങ്ങനെ നമുക്ക് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് ഒന്നുകൂടെ സ്റ്റാൻഡേർഡൈസ് ചെയ്തതാണ് ആക്ച്വലി പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പെർമ്യൂട്ടേഷൻസ് NPR, നമ്മുടെ കയ്യിൽ n ഒബ്ജക്റ്റ് ഉണ്ട്, അറ്റ് എ ടൈം R ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നു എങ്കിൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് R ഫാക്ടോറിയൽ ആണ് അല്ലേ? ദെൻ NCR സെലക്ഷൻ അല്ലേ? അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? NPRനെ R ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് ബേസിക്കലി NCR. നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ n ഫാക്ടോറിയൽ ബൈ n മൈനസ് R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ എന്ന് എഴുതാറുണ്ട് അല്ലേ? ദെൻ 1 to 6 അല്ലെങ്കിൽ 8 ഫാക്ടോറിയൽ വരെയെങ്കിലും ബൈ ഹാർട്ട് ചെയ്താൽ നല്ലതാണ്. ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ? 1 ഫാക്ടോറിയൽ 1 2 ഫാക്ടോറിയൽ 2 ആണ്, ദെൻ 3 ഫാക്ടോറിയൽ 6 ആണ്, 4 ഫാക്ടോറിയൽ 24 ആണ്, 5 ഫാക്ടോറിയൽ 125 ആണ്, 6 ഫാക്ടോറിയൽ 720 ആണ്, 5 ഫാക്ടോറിയൽ 120 ആണ്, 120, 6 ഫാക്ടോറിയൽ 720, ദെൻ 7 ഫാക്ടോറിയൽ 5040, 8 ഫാക്ടോറിയൽ 40,320, 0 ഫാക്ടോറിയൽ 1 ആണ് അല്ലേ? ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. എന്നും ആറും കാണുന്ന ക്വസ്റ്റ്യനിലൊക്കെ ആണെങ്കിലാണ് ഈ ഫോർമുല യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ 10p3 ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാറുള്ളൂ? 10 × 9 × 8 മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ അല്ലേ? അതേപോലെ 10c3 വരുന്ന സമയത്ത് എന്ത് ചെയ്യും? 10 × 9 × 8 ബൈ 1 × 2 × 3 ചെയ്യാറുണ്ട്. കോമ്പിനേഷൻ വരുമ്പോൾ ആ രീതിയിൽ തന്നെ ഓർത്തു വെക്കണേ. പിന്നെ അറിയേണ്ട കാര്യം, നമ്മൾ ഫാക്ടോറിയൽ നൊട്ടേഷൻ അറിയാലോ അല്ലേ? n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അതിനെ n × n-1 ഫാക്ടോറിയലായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അത് നമുക്ക് കാൽക്കുലേഷനിലെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ അല്ലേ? അതേപോലെ 10c7നെ 10c3 ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. പ്രോപ്പർട്ടി ആണല്ലോ അല്ലേ? അഥവാ NCR = NC(n-R) എന്ന പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി നമുക്ക് ചില ക്വസ്റ്റ്യൻസിലൊക്കെ ആവശ്യം വരും, ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ആണെങ്കിൽ. ഓക്കെ, ദെൻ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? ഹൗ മെനി ഓഫ് ദ അറേഞ്ച്മെൻറ്റ്സ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ്, ഹൗ മെനി ഓഫ് ദീസ് സ്റ്റാർട്ട് വിത്ത് H അല്ലേ? അപ്പോൾ മാത്തമാറ്റിക്സിൽ എത്ര ലെറ്റർ ഉണ്ടാ? മാത്തമാറ്റിക്സ് ഒന്ന് വേഗത്തിലെണ്ണടാ, വേഗത്തിലെണ്ണു. 1 2 3 4 5 6 7 8 9 10 11 ലെറ്റേഴ്സ് നമുക്കുണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ 11 ഫാക്ടോറിയൽ അല്ലേ? ആ 11 ഫാക്ടോറിയലിൽ എലമെൻസുകൾ ഡിസ്റ്റിങ്ക്റ്റ് അല്ല, റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒക്കെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എം എത്ര തവണ ഉണ്ടടാ? എം 2 ടൈംസ് ഇല്ലേ? പിന്നെ എ എത്രയുണ്ട്? എയും 2 ടൈംസ് ഉണ്ട് അല്ലേ? പിന്നെ ടി 2 ടൈംസ് ഇല്ലേ? ടി 2 ടൈംസ് ഉണ്ട്. ഇത്രയല്ലേ ഉള്ളൂ? യാ, അപ്പോൾ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇതാണ് ടോട്ടൽ കേസ് എന്ന് പറയുന്നത്. ഇനി ഈ കൂട്ടത്തിൽ ഹൗ മെനി ഓഫ് ദീസ് സ്റ്റാർട്ട് വിത്ത് എച്ച് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്? അപ്പോൾ എച്ച് നമ്മളിവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി നമ്മുടെ കയ്യിൽ ഈ 11 ആളെ പ്ലേസ് ചെയ്യാൻ ആകെ 10 ചാൻസ് അല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് H എന്ന് പറയുമ്പോൾ ഞാൻ ഫാസ്റ്റായിട്ട് ആൻസർ മാത്രം എഴുതുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. സ്റ്റാർട്ടിങ് വിത്ത് H എന്ന് പറഞ്ഞാൽ Hന് ഫിക്സ് ചെയ്തു. ഇനി H നമുക്കില്ല, അപ്പം ബാക്കി 10 ലെറ്ററല്ലേ ഉള്ളൂ. ആ 10 ലെറ്ററിനെ മാത്രം അറേഞ്ച് ചെയ്താൽ മതി. 10 ലെറ്ററിനെ മാത്രം അറേഞ്ച് ചെയ്താൽ മതി അല്ലേ? അതിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. ഡൺ. ഓക്കെ അല്ലേ? ഇതാണ് ഇവിടുത്തെ ആൻസർ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ NCRൻ്റെ ഫോർമുല ഏതാണെന്നുള്ളതാണ്. കണ്ടതിന് മനസ്സിലാവും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ
In how many ways can one select a cricket team of 11 from 17 players in which only 5 players can bowl if each cricket team of 11 must include exactly 4 bowlers? നമ്മുടെ കയ്യിൽ 17 കളിക്കാരുണ്ട് അല്ലേ? 17 കളിക്കാരുണ്ട്. ആ 17 കളിക്കാരിൽ 2 ടൈപ്പ് കളിക്കാർ നമ്മുടെ കയ്യിലുള്ളത്. ആരൊക്കെയാടാ? 5 പ്ലേയേഴ്സ് ബോൾ ചെയ്യുന്നവരാ, 5 ബോളേഴ്സ്. പിന്നെ ബാക്കി 12 ബാറ്റ്സ്മാൻ ഉണ്ടാവും അല്ലേ? ഈ 12 ബാറ്റ്സ്മാനിൽ നിന്നും 5 ബോളേഴ്സിൽ നിന്നും ടോട്ടൽ 17 പേരിൽ നിന്ന് 11 പേര് ടീം ഉണ്ടാക്കണം. ആ 11 പേര് ടീം ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ടും 4 പേര് എന്ത് ചെയ്യണം? ബോളേഴ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ 5ൽ നിന്ന് മസ്റ്റായിട്ട് 4 ആൾക്കാരെ സെലക്ട് ചെയ്ത് നിർബന്ധമല്ലേ? അല്ലേ? ഇനി ആകെ 11 കളിക്കാരിൽ 4 പേരെ സെലക്ട് ചെയ്താൽ ബാക്കി 7 പേർക്കല്ലേ ചാൻസ് ഉള്ളൂ, 7 ബാറ്റ്സ്മാനല്ലേ ചാൻസ് ഉള്ളൂ. അവരെ സെലക്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എത്ര ബാറ്റ്സ്മാനുള്ളത്? 12 അല്ലേ? സോ 12C7. സോ 5C4 × 12C7. ഐഡിയ ക്ലിയർ അല്ലേ? 12ൽ നിന്ന് 7 ബാറ്റ്സ്മാനെയും 5ൽ നിന്ന് 4 ബോളേഴ്സിനെ സെലക്ട് ചെയ്താൽ 11 പേരുള്ള നല്ലൊരു ക്രിക്കറ്റ് ടീം നമുക്ക് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. റെഡി അല്ലേ? സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരാണ്. സ്ക്രീൻഷോട്ട് എടുക്കുക, ആൻസർ ചെയ്യുക. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ ഇസ് ദർ. ആറ്റിറ്റ്യൂഡ് എന്നുള്ള വേർഡിൻ്റെ പെർമ്യൂട്ടേഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ 6 കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 6 കാണുന്ന ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ എപ്പോഴും ആ ഒരു NCRൻ്റെ ഫോർമുല യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അവിടെ N കാണുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, വേറെയും ഒരു സെലക്ഷൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. ഡയറക്റ്റ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. NPRൻ്റെ ഫോർമുല ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. n⁴/n−r⁴ ഓപ്ഷൻ 2 ആണ് അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം നമുക്കറിയാം, a+b⁴n എക്സ്പാൻഡ് ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സ്പാൻഷനിൽ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ? n+1 ടേംസ് ഉണ്ട്. അതേപോലെ തന്നെ പവേഴ്സിൻ്റെ സം എപ്പോഴും n ആയിരിക്കും. സം ഓഫ് പവേഴ്സ് n ആയിരിക്കും എപ്പോഴും. അഥവാ എൻ്റെയും ബീൻ്റെയും പവർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് n ആയിരിക്കും. അതേപോലെ തന്നെ എൻ്റെ പവർ ഇങ്ങനെ ഡിക്രീസ് ചെയ്യും, ബീൻ്റെ പവർ ഇൻക്രീസ് ചെയ്യും. ഇത് n to 0 ഡിക്രീസ് ചെയ്യുക, ഇത് 0 to n ഇൻക്രീസ് ചെയ്യുക. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ദെൻ പിന്നെ അറിയേണ്ട കാര്യം നമുക്ക് ഇതിൻ്റെ ബൈനോമിയൽ കോഎഫിഷ്യൻസിൻ്റെ സമ്മാണ് അല്ലേ? അപ്പോൾ ബൈനോമിയൽ കോഎഫിഷ്യൻസിൻ്റെ സം ഓഫ് ബൈനോമിയൽ കോഎഫിഷ്യൻസ് അത് 2⁻n ആയിരിക്കും. ഓക്കെ, a−b⁴n ആണെങ്കിൽ ദിസ് വിൽ ബി വാട്ട്? 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ a−b² 1 - 2 + 1 0 അല്ലേ? a−b³ 1 - 3 + 3 - 1 0 അല്ലേ? മൈനസ് വന്നാൽ അതിൻ്റെ ബൈനോമിയൽ കോഎഫിഷ്യൻസിൻ്റെ സം എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ ജനറൽ ടേം വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ജനറൽ ടേം അറിഞ്ഞു നോക്കണേ. r+1th ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? NCR a⁻n−r b⁻r. ഇതാണ് r+1th ടേം, ജനറൽ ടേം എന്ന് പറയുന്നത്. 1+xൻ്റെ എക്സ്പാൻഷനും 1 - xൻ്റെ എക്സ്പാൻഷനും ഒക്കെ നമുക്ക് അറിയണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് a+b⁴n n+1 അല്ലേ? ദെൻ ബൈനോമിയൽ തിയറം വെച്ചിട്ട് നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാനാണ്. അപ്പോൾ x/3 ഓക്കെ, x/3 -1/x⁴ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. 5C0 x/3⁵ അല്ലേ? ദെൻ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് വരും നമുക്കറിയാം. അപ്പോൾ 5C1 x/3⁴ 1/x⁴1 പ്ലസ് 5C2 x/3⁵ 1/x⁴2 മൈനസ് 5C3 x/3⁵ 2 1/x⁴3 പ്ലസ് 5C4 x/3⁵ 1 1/x⁴4 അല്ലേ? ഇനി ഒരു ടേം കൂടി ഉണ്ടാവില്ലേ, ലാസ്റ്റ് ടേം. അതെന്താ വരിക? മൈനസ്
5c5 x/3 പവർ 0 ആണ് വരിക, ഉണ്ടാവില്ല. 1/xൻ്റെ പവറിൽ 5 ഉണ്ടാവും അല്ലേ. ഇതിനെ നിങ്ങൾ ഓരോന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത് സിംപ്ലിഫൈ ചെയ്യുക. 5c5 ഒക്കെ 1 ആണ്, 5c0 1 ആണ്, 5c1ൻ്റെ വാല്യൂ 5 ആണ്. അങ്ങനെയുള്ള വാല്യൂസൊക്കെ നിങ്ങൾ എഴുതിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളതിനെ സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിലെ കോൺസെപ്റ്റ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഞാനിവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സം ഓഫ് ഓൾ കോഎഫിഷ്യൻസ് ഓഫ് ദ ബൈനോമിയൽ എക്സ്പാൻഷൻ 1 + x ഹോൾ പവർ n ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് 2n ആണല്ലേ. ഓക്കെ അല്ലേ. ദെൻ അടുത്തൊരു എക്സ്പാൻഷൻ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ 2025-ലും 24-ലൊക്കെ ചോദിച്ച എക്സാം, ഇംപ്രൂവ്മെൻറ്റ് എക്സാം, അതേപോലെ തന്നെ നമ്മളുടെ ബോർഡ് എക്സാമിനൊക്കെ ചോദിച്ച, മോഡൽ എക്സാമിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യാൻ 1 + x ഹോൾ പവർ 4ഉം 101 ഹോൾ പവർ 4, 101 ഹോൾ പവർ 4 ഒക്കെ 100 + 1 ഹോൾ പവർ 4 ആക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, നമ്പർ ഓഫ് ടേംസ് അല്ലേ, ഹോൾ പവർ 4 വന്നാൽ 5 ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. എക്സ്പാൻഷൻ ചെയ്താലൊക്കെ ഉണ്ട് ക്വസ്റ്റ്യൻസ്. സീക്വൻസ് ആൻഡ് സീരീസ് അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകാം കേട്ടോ. സീക്വൻസ് ആൻഡ് സീരീസിൽ മെയിനായിട്ട് നമുക്ക് GP ആണ് ഇത്തവണത്തെ NCERT-ൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത് അല്ലേ. GP എന്ന് പറഞ്ഞാൽ AR⁻n-1 അങ്ങനെ ജനറൽ ടേം ആയിട്ട് വരുന്ന, അഥവാ AR² AR³ എന്നുള്ള രീതിയിൽ വരും. അങ്ങനെ ജനറൽ ടേം AN എന്ന് പറഞ്ഞാൽ AR⁻n-1 ആണ്. അതിൻ്റെ സം ഓഫ് n ടേംസ് എന്ന് പറഞ്ഞാൽ A × R⁻n-1/R−1 ആണ്. R greater than 1 ആണെങ്കിൽ, അതിനാണ് കൂടുതൽ കേസിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്, R greater than 1 ആണെങ്കിൽ. അല്ലെങ്കിൽ A × 1 - R⁻n/1 - R ആണ്. R<1 ആണെങ്കിൽ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സം ടു ഇൻഫിനിറ്റ് ടേംസിൻ്റെ സമ്മ് നമുക്ക് വളരെ റെയറായിട്ട് ചോദിക്കാറുണ്ട്. A/1 - R ആണ് അതിൻ്റെ ഫോർമുല എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞു വെക്കുക. A/1 - R. കോമൺ റേഷ്യോ 6 ആണ്. അതേപോലെ തന്നെ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. ദെൻ അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ 2 നമ്പറിൻ്റെ അരിത്തമാറ്റിക് മീൻ A+B/2 എന്നല്ല, അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ. ജിയോമെട്രിക് മീൻ എന്താണ്, 2 നമ്പറിൻ്റെ √AB ആണ്. A+B/2 ആൻഡ് √AB, ഈ 2 കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കണേ. ഓക്കെ, ദെൻ നമുക്ക് ചില ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഇൻസേർട്ട് 5 നമ്പേഴ്സ് സച്ച് ദാറ്റ് റിസൾട്ടിങ് സീക്വൻസ് ഈസ് AP. ഇൻസേർട്ട് 3 നമ്പേഴ്സ് ബിറ്റ്വീൻ ദീസ് 2 നമ്പേഴ്സ് സച്ച് ദാറ്റ് റിസൾട്ടിങ് സീക്വൻസ് ഈസ് GP. അങ്ങനെയൊക്കെ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ AP ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കോമൺ ഡിഫറൻസിന് ഇക്വേഷൻ വേണം. B - A/n+1 ആക്കിയാൽ മതി. ഓക്കെ, GP ആണെങ്കിൽ കോമൺ റേഷ്യോ R⁻n+1 = B/A ആയിട്ട് ചെയ്താൽ മതി. എയും ബിയും തന്ന 2 നമ്പറുകളാണ് കേട്ടോ. n എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കൂ. സമ്മ് 120 കിട്ടാൻ എത്ര ടേംസ് നമ്മൾ ആഡ് ചെയ്യണമെന്നാണ്. ഓക്കെ, അപ്പോൾ 3² 3³ എക്സെട്ര അല്ലേ. അപ്പോൾ A = 3 ആണ്. കോമൺ റേഷ്യോ 3² ദാറ്റ് ഈസ് ഓൾസോ 3 ആണ്. ദെൻ സമ്മിൻ്റെ ഇക്വേഷൻ എന്താണ്, Sn = A × R⁻n-1/R−1 120 കിട്ടണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 3⁻n-1 ഡിവൈഡഡ് ബൈ 3 - 1 2 ഈസ് ഈക്വൽ ടു 120 അല്ലേ. ദാറ്റ് ഈസ് 3⁻n-1 is equal to 120 × 240/3 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3⁻n-1 is equal to 80, 3n is equal to 81, 3n is equal to 3/4. Therefore n is equal to what? 4 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ. അപ്പോൾ ഈ നമ്പർ ഓഫ് ടേംസ് 4 ആണ്. ആ ഒരു കാര്യം നന്നായിട്ട് അറിഞ്ഞു വെക്കുക. അപ്പോൾ ഇങ്ങനെ സമ്മ് കാണുന്ന വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണേ. വേറെയും ക്വസ്റ്റ്യൻ ഉണ്ട്, സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. 2025-ലെയും 24-ലെയൊക്കെ ക്വസ്റ്റ്യൻസ് കുറേയൊക്കെ നോക്കി പഠിക്കുക. ഓൾമോസ്റ്റ് ഈ ഒരു മോഡലൊക്കെ തന്നെയാണ് നമുക്ക് NCERT-ന്ന് ചോദിക്കാനുള്ളൂ.
+1 ബോർഡ് എക്സാമിന്. റെഡിയല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ ഇൻസേർട്ട് 3 നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 256 അല്ലേ? അപ്പോൾ GP ആക്കണം എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ r⁻n+1 = b/a എന്നുള്ള റിസൾട്ട് യൂസ് ചെയ്താൽ മതി. സോ 3 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണം. സോ r⁻3+1 = 256ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. സോ r⁴ = 256. അപ്പോൾ 256 ആരുടെ 4th പവർ എന്ന് ആലോചിച്ചാൽ മതി അല്ലേ? അപ്പോൾ 64ൻ്റെ അല്ലേ വരിക അല്ലേ? അപ്പോൾ 4⁴ ആയിട്ടല്ലേ വരിക അല്ലേ? 64 × 4 അല്ലേ? അപ്പോൾ r⁴ = 4⁴, ദാറ്റ് ഈസ് ഈക്വൽ ടു therefore r = 4 എന്ന് വരും. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു നോക്കൂ, 1 4 16 64 256 കണ്ടോ? പക്ക ഈ 3 നമ്പർ നമ്മൾ ഇൻസേർട്ട് ചെയ്തു, GP ആയിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്റർ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ജിയോമെട്രി ഒക്കെ വന്നപ്പോൾ പ്രയാസം എന്നൊക്കെ പലരും പറഞ്ഞൊരു ചാപ്റ്ററാണ്. പക്ഷെ അത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സ്ട്രെയിറ്റ് ലൈനിൽ y - y1 = m × x - x1. ഇത് വെച്ചിട്ട് എല്ലാ ഫോർമുലയും ഉണ്ടാക്കാൻ പറ്റും അല്ലേ? 2 ഫോം ആണെങ്കിൽ y - y1/x - x1 = y2 - y1/x2 - x1. അതേപോലെ തന്നെ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് tan θ എന്താണ് m2 - m1/1 + m1 m2 മോഡുലസ് വാല്യൂ. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് അല്ലേ? ഡിസ്റ്റൻസ് ഫോർമുല ax1 + by1 + c/√(a² + b². അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻ ആണെങ്കിൽ c1 - c2/√(a² + b². ഓക്കെ, മറ്റേ ഫോർമുല മറക്കരുത്. പോയിൻറ്റും ലൈനും നമ്മുടെ ഡിസ്റ്റൻസ് എന്തായിരുന്നു? ax1 + by1 + c/√(a² + b². ഓക്കെ, നല്ല വൃത്തിക്ക് എല്ലാം പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം നമുക്ക് അല്ലേ? ഇക്വേഷൻ ഓഫ് ദ എക്സ് ആക്സിസ് എന്താണ്? സിമ്പിൾ അല്ലേ? എക്സ് ആക്സിസ് എല്ലായിടത്തും y0 അല്ലേ? y = 0. ഓക്കെ, then find the equation of the line through 2, 3 and perpendicular to the line through 2, 5 and -3, 6. അപ്പോൾ 2, 5 ആ 2 പോയിന്റ് നോക്കി, 2, 5 -3, 6 ഈ 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ നോക്കാം നമുക്ക് ആദ്യം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ആദ്യം ഇതിൻ്റെ സ്ലോപ്പ് മാത്രം മതി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് a എന്നും ഇത് b എന്നും ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് AB MAB y2 - y1 6 - 5 -3 -2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/-5 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ 1/-5 കിട്ടി. ഇനി നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ലൈൻ ആവണം. അപ്പോൾ ഞാൻ റിക്വയർഡ് ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ്? m1 m2 -1 ആയതുകൊണ്ട് 1/-5നെ എന്തുകൊണ്ട് പ്രൊഡക്റ്റ് ചെയ്താലാണ് -1 കിട്ടുക? യെസ്, 5 കൊണ്ടല്ലേ. അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ തിരിച്ചിടുക, സൈൻ മാറ്റുക. 1/-5നെ തിരിച്ചിടുക, അപ്പോൾ -5/1 ആയി. സൈൻ മാറ്റുമ്പോൾ +5 ആയി. ഓക്കെ അല്ലേ? ഇതിൽ പോയിൻ്റ് ആരാണ്? പോയിൻ്റ് എന്ന് പറയുന്നത് 2, 3 ആണ്. 2, 3. അപ്പോൾ y - 3 = 5 × x - 2 കണ്ടല്ലോ. ദാറ്റ് ഈസ് y - 3 = 5x - 10. ഇക്വേഷൻ എഴുതുമ്പോൾ 5x - y = 10 - 3 = 7. ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാത്തിലും നമുക്ക് ഇക്വേഷൻസ് നല്ല വൃത്തിക്ക് അറിയണം. ഗിവൺ ഡാറ്റയിൽ നിന്ന് വീണ്ടും വീണ്ടും ഇത് എഴുതാൻ വേണ്ടിയുള്ള പ്രാക്ടീസ് നല്ല വൃത്തിക്ക് ഉണ്ടാവണം. ഓക്കെ, അവിടെ ഡിസ്റ്റൻസ് കാണാനുണ്ട്. പോയിൻറ്റും ലൈനും നമ്മൾ ഡിസ്റ്റൻസാണ്. നമ്മൾ ഈ ഒരു ഫോർമുല എടുത്താൽ പോലെ ax1 + by1 + c/√(a² + b² അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല വൃത്തിക്ക് അതും കൂടി ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ചാപ്റ്ററും വേഗത്തിൽ തീർക്കണം എന്നുള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾക്ക് തരാണ്, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് സ്ക്രീൻഷോട്ട് എടുക്കുക. എയിലൂടെ പാസ് ചെയ്യണം, പാരലൽ ടു ലൈൻ L1 ആവണം. അപ്പോൾ സ്ലോപ്പ് എങ്ങനെ കാണാം? ഇക്വേഷൻ സ്ലോപ്പ് = -a/b എന്നുള്ള ഐഡിയ പോരെ? -a/b ദാറ്റ് ഈസ് ഈക്വൽ ടു -3/-4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. സ്ലോപ്പ് കിട്ടാനുള്ള ഐഡിയ ആണ് കേട്ടോ അത്. പിന്നെ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. PQൻ്റെ ഇക്വേഷൻ കാണാനുണ്ട്, പെർപെൻഡിക്കുലർ കാണാനുണ്ട്. ഓക്കെ, ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
സ്ലോപ്പ് ഉണ്ട്, പോയിൻ്റ് ഉണ്ട്. ഇക്വേഷൻ എളുപ്പമല്ലേ. അടുത്ത് 2 പോയിൻ്റ് ഫോം വെച്ച് കാണാൻ പറ്റും. അടുത്തത് പിന്നെ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈനുണ്ട്. ഓക്കെ. കോണിക് സെക്ഷൻ. കോണിക് സെക്ഷനിൽ നമുക്കറിയാം സർക്കിൾ ഉണ്ട് അല്ലേ. എക്സ് മൈനസ് എച്ച് ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇത് ഒറിജിൻ ആണെങ്കിൽ സെൻറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ, ഒറിജിൻ സെൻറ്റർ ആണെങ്കിൽ അല്ലേ. അതേപോലെ തന്നെ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax ആണ് പാരബോള ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay അപ്വേഡ്. ഇത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ലെഫ്റ്റും ഡൗണും വരും അല്ലേ. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണ് എലിപ്സ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണെന്ത് ഹൈപ്പർബോള. ദെൻ അത് എയും ബി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഓക്കെ, അതൊക്കെ ഇങ്ങ് പഠിച്ചു വെക്കുക. എക്സെൻട്രിസിറ്റി സി ബൈ ആണ്. പാരബോള ആകുമ്പോൾ 1 ആണ്, എലിപ്സ് ആകുമ്പോൾ ലെസ് ദാൻ 1 ആണ്, ഹൈപ്പർബോള ആകുമ്പോൾ മോർ ദാൻ 1 ആണ്. അതേപോലെ തന്നെ ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റം പാരബോളയിൽ 4 ആണ്, ബാക്കിയുള്ളതിലൊക്കെ എന്താണ് 2b സ്ക്വയർ ബൈ എ ആണ് എലിപ്സ് ആൻഡ് ഹൈപ്പർബോളയിൽ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ മെയിനായിട്ട് അല്ലേ. മേജർ ആക്സിസ് 2a, മൈനർ ആക്സിസ് 2b, ട്രാൻസ്ഫേഴ്സ് ആക്സിസ് ഹൈപ്പർബോളയിൽ ട്രാൻസ്ഫേഴ്സ് ആണ് 2a ആണ്, കോൺജുഗേറ്റ് 2b ആണ്. അതേപോലെ തന്നെ എലിപ്സ് ആണെങ്കിൽ എലിപ്സിൽ എ ബി സി റിലേഷൻ എങ്ങനെയാണ്, എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. ക്ലിയർ. ഹൈപ്പർബോളയാണെങ്കിൽ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അറിഞ്ഞു നോക്കണേ. ക്വസ്റ്റ്യൻസ് നോക്കിയേ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോക്കസ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് ദ പാരബോള. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 12y. ഇപ്പോൾ തന്നെ കിട്ടി. 4a ഇസ് ഈക്വൽ ടു 12 ആണ്, എ ഇസ് ഈക്വൽ ടു 12/4 ഇസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഫോക്കസ് എന്തെന്ന് പറയാൻ പറ്റും. 12y എന്ന് പറയുന്നത് അപ്വേർഡ് പാരബോളയാണ്. വൈക്കാണ് സ്ക്വയർ ഇല്ലാത്തത് നോക്കിയിട്ട് നമുക്ക് അപ്വേർഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 0,3 എന്നതാണ് അതിൻ്റെ ഫോക്കസ്. ക്ലിയർ. അതേപോലെ തന്നെ ലാറ്റസ് റെക്റ്റം 4a, LR ലാറ്റസ് റെക്റ്റം 4a ദാറ്റ് ഇസ് ഈക്വൽ ടു 12 ആണ്. പിന്നെന്താ ഡയറക്ട്രിക്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫോക്കസ് പോസിറ്റീവ് വൈ ആക്സിലാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു അപ്വേർഡ് നിൽക്കുന്നതല്ലേ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -3 ആണോ, വൈ ഇസ് ഈക്വൽ ടു -3 ആണോ വരിക. അപ്വേർഡ് നിൽക്കുമ്പോൾ വൈ ഇസ് ഈക്വൽ ടു വരും അല്ലേ. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു -3 എന്ന ലൈനാണ് നമുക്കവിടെ ഡയറക്ട്രിക്സ് ആയിട്ട് വരിക. ഓക്കെ അല്ലേ, ഡയറക്ട്രിക്സ്. ക്വസ്റ്റ്യനാണ് നിങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ആക്കേണ്ടത്. വീണ്ടും 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 പറയുകയാണ് ഞാൻ. ഓക്കെ. ആക്ച്വലി കോണിക് സെക്ഷൻ കുറേ പഠിക്കാനുണ്ടെങ്കിലും ചാപ്റ്റർ വളരെ സിമ്പിളാണ്. പാസിങ് ത്രൂ പോയിൻ്റ് ഒക്കെ വല്ലതും തന്നാൽ അത് എക്സിലേക്കും വൈയിലേക്കും ഇട്ട് കൊടുക്കുന്ന ഒരു പണിയാണ് അവിടെ അധികം വരിക കേട്ടോ. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോകണം കേട്ടോ. റെഡിയല്ലേ? എല്ലാവർക്കും നല്ല വൃത്തിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ പ്രാക്ടീസ് ആക്കുക. ഓക്കെ. ഇനി സർക്കിൾ ഇപ്പോൾ നോക്കുക. നിങ്ങൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് പ്ലസ് 6x മൈനസ് 4y -3 ഈസ് ഈക്വൽ ടു 0. ഇതിൻ്റെ സെൻറ്ററും റേഡിയസും കാണാൻ ഷോർട്ട് കട്ട് ഉണ്ട് അല്ലേ. ആ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് സെൻറ്റർ ഇസ് ഈക്വൽ ടു -a/2, -b/2 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എ. അപ്പോൾ -6/2, -4/2 ഇതാണ് സെൻറ്ററായിട്ട് വരിക കേട്ടോ. ദാറ്റ് ഈസ് -3, 2. ഇനി റേഡിയസ് കാണുന്ന ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ, റേഡിയസ് കാണുന്ന ഷോർട്ട് കട്ട് √-a/2 സ്ക്വയർ പ്ലസ് -b/2 സ്ക്വയർ -c ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √-3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ -c. c എന്ന് പറഞ്ഞ ഇവിടെ എത്രയാണ്, -3 ആണ്. -3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു √9 + 4 + 3 എത്ര വരും, 12 + √4 16 അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു √16 ഇസ് ഈക്വൽ ടു 4 എന്ന് റേഡിയസ് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ അവിടുത്തെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണേ. കോണിക് സെക്ഷൻസ് അത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. റെഡി അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു 3D ആണ്. 3D നമുക്ക് ആകെയുള്ള എന്താണ്, ഡിസ്റ്റൻസ് ഫോർമുല ഉണ്ട് അല്ലേ. ഡിസ്റ്റൻസ് ഫോർമുല എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. √(x1 - x2) സ്ക്വയർ പ്ലസ് y1 - y2 സ്ക്വയർ പ്ലസ് z1 - z2 ദി ഹോൾ സ്ക്വയർ.
സെക്ഷൻ ഫോർമുല ഒക്കെ ഉണ്ടായിരുന്നു, ചുപ്പൊക്കെ ഡിലീറ്റഡ് ആണ്, നമുക്കൊന്നും ആവശ്യമില്ല. ഡിസ്റ്റൻസ് ഫോർമുല പിന്നെ ഒരു പോയിന്റ് തന്നല്ല ഏത് ഒക്ടൻറ്റിലാണെന്ന് അറിയാൻ വേണ്ടി മാത്രം അങ്ങ് അറിഞ്ഞാൽ മതി. നോക്കൂ നിങ്ങൾ, ഗിവൺ എൻ എക്സാമ്പിൾ ഓഫ് എനി പോയിന്റ് ഓൺ വിച്ച് ദ ലൈ ഇൻ സെക്കൻഡ് ഒക്ടൻറ്റിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ്. സെക്കൻഡ് ഒക്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ഫസ്റ്റ് 4 ഒക്ടൻറ്റിലും എക്സ് പോസിറ്റീവാണ്. അപ്പോൾ ഞാൻ ഏതോ എക്സ് എടുത്തു. ഇനി സെക്കൻഡ് എന്ന് പറയുമ്പോൾ തന്നെ വൈ നെഗറ്റീവ് അല്ലേ, -2 -1 -2 -3 എന്തെങ്കിലും. ഇനി ഫസ്റ്റ് 4 ഒക്ടൻറ്റിൽ എന്താണ് എക്സ് എന്തായിരിക്കും, സോറി ഞാൻ ആദ്യം പറഞ്ഞ എക്സ് എല്ലാം ഫസ്റ്റ് 4ൽ പോസിറ്റീവ് ആണെന്നുള്ളതല്ല കേട്ടോ. ഓക്കെ, സെഡ് ആയിരിക്കും ഫസ്റ്റ് 4ൽ പോസിറ്റീവ് ആവുക. എക്സ് ഫസ്റ്റ് ഒക്ടൻറ്റിൽ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 3D ജോമെട്രിയിൽ ഒരു കാര്യം പറയാനുള്ളത്, 3D ജോമെട്രിയിൽ ഈ ഒരു ഫോർമുല നന്നായിട്ട് അറിഞ്ഞു വെക്കുക. പിന്നെ മിഡ് പോയിൻ്റ് എടുക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ സെക്ഷൻ ഫോർമുലയൊക്കെ ഉള്ളത്. പക്ഷേ സെക്ഷൻ ഫോർമുല ഇപ്പോൾ ഡിലീറ്റഡ് ആണ്, അതിൽ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഒക്ടൻറ്റ് തന്നിട്ട് ആ ഒക്ടൻറ്റിലുള്ള പോയിൻ്റ് കണ്ടെത്തുക, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പോയിൻ്റ് തന്നിട്ട് അതായത് ഒക്ടൻറ്റിലെന്ന് പറയുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് നമുക്കിവിടെ കാര്യമായിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഉള്ളത് ഇവിടെ, ഗിവൻ എക്സാമ്പിൾ ഓഫ് 1 പോയിൻറ്റ് വിച്ച് ലൈ ഇൻ ദ സെക്കൻഡ് ഒക്ടൻറ്റിൽ വരുന്ന ഒരു പോയിൻ്റ് കാണാനാണ്. അപ്പോൾ സെക്കൻഡ് ഒക്ടൻറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 4 ഒക്ടൻറ്റിലും സെഡ് എന്താണ്, സെഡ് പോസിറ്റീവാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സെഡ് എഴുതി, ഇഷ്ടമുള്ള സെഡ് എഴുതി. ഓക്കെ, ഇനി സെക്കൻഡ് ഒക്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ സെക്കൻഡ് ക്വാഡ്രൻറ്റ് പറയുന്ന പോലെ പറഞ്ഞാൽ മതി അല്ലേ. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് നെഗറ്റീവ് ഞാൻ ഇഷ്ടമെടുത്തു, വൈ പോസിറ്റീവ് എടുത്തു, പോരെ. ഇനി അടുത്ത റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അത് പ്രൂവ് ചെയ്യാനാണ്. അത് ആക്ച്വലി അങ്ങനെ ചെയ്താൽ മതി. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്നുള്ളത് 3 എയും ബിയും സിയും ഉണ്ട്. എ ബിയും ബി സിയും എ സിയും കണ്ടിട്ട് അതിൽ വലിയ സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി 2 സൈഡിൻ്റെ സ്ക്വയറിൻ്റെ സമ്മൻ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അഥവാ പൈതഗോറസ് തിയറം ട്രൂ ആയാൽ മതി. ഈസി ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. -2, 1, 3 എവിടെ ഉണ്ടാവുക, എക്സ് നെഗറ്റീവാണ്, അതേപോലെ തന്നെ വൈയും സെഡും പോസിറ്റീവാണ് സെക്കൻഡ് ഒക്ടൻറ്റിലെ. അഥവാ എക്സ് നെഗറ്റീവ് വൈയും സെഡും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ. ഇക്വിഡിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എക്സ് വൈ പ്ലെയിനിലുള്ള പോയിൻ്റ് ഏതാണെന്നുള്ളത്. എക്സ് വൈ പ്ലെയിനിൽ സെഡ് എന്തായിരിക്കും, 0 ആയിരിക്കും, ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ പലർക്കും കുറേ പേടിയൊക്കെ പറയുന്ന, ആദ്യമായിട്ട് കാൽക്കുലസ് ഒക്കെ പഠിക്കുമ്പോഴുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉള്ള ചാപ്റ്റർ ആയിരിക്കും ഇത്. സിമ്പിളായിട്ട് റിസൾട്ട് വെച്ചിട്ടുള്ള ചോദ്യം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്, അതേപോലെ ടാൻ എക്സ് ബൈ എക്സ് 1 ആണ്, അതേപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു എൻ എ റൈസ് ടു എൻ മൈനസ് 1. അതിൽ വേറെയും അതിൻ്റെ കുറേ വെറൈറ്റികളുണ്ട് അല്ലേ. എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് റൈസ് ടു എം മൈനസ് എ റൈസ് ടു എം ഇസ് ഈക്വൽ ടു എൻ ബൈ എം എ റൈസ് ടു എം എൻ മൈനസ് എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്താലും കിട്ടുന്നത് തന്നെയാണ്. പിന്നെ ഡെറിവേറ്റീവിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലേ, എഫ് ഡാഷ് എക്സ് ലിമിറ്റ് എക്സ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ബൈ എച്ച് അല്ലേ. അപ്പോൾ അതിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്താ പറയാൻ പറ്റുക, എക്സ് സ്ക്വയർ 2, അതുപോലെ സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, 1/x ഇതൊക്കെ പല തവണയായിട്ട് എന്ത് വന്നിട്ടുണ്ട്, ബോർഡ് എക്സാമിന് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ പ്രൊഡക്റ്റ് റൂള്, ക്വോഷ്യൻ റൂള്, ബേസിക് ആയിട്ടുള്ള ഡെറിവേറ്റീവിൻ്റെ റിസൾട്ട് എക്സ് സ്ക്വയർ 2x ആണ്, 1/x മൈനസ് 1/x സ്ക്വയർ ആണ്, log x 1/x ആണ്, സൈൻ എക്സിൻ്റെ ഇത് കോസ് എക്സ് ആണ്, കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ആണ്. അങ്ങനെയുള്ള എല്ലാ ബേസിക് ഡെറിവേറ്റീവിൻ്റെ റിസൾട്ടും ആയിരിക്കും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഡയറക്റ്റ് ഐഡൻറ്റിറ്റിയാണ് ചോദിച്ചത് അല്ലേ. എന്താണ് n(n-1). ദെൻ ഇവിടെ നോക്കി നിങ്ങൾ 32 ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ n എന്താണെന്ന് ചോദിച്ചല്ലേ. അപ്പോൾ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം n × 2n-1 is equal to 32. ദാറ്റ് ഈസ് എന്നിൻ്റെ വാല്യൂ ആണ് നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ട്, എന്താണ് 2 എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ n × 2n/2 അതാണല്ലോ 2n-1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 32 ആണ്. ദാറ്റ് ഈസ് n × 2n is equal to 64 ആണ്. അപ്പോൾ n × 2n is equal to 64 2 എന്ത് പറയാം,
2⁶ എന്ന് പറയാം അല്ലേ. അപ്പോൾ 2⁶ ആണ് 64, പക്ഷേ n × 2⁴n വരണം. അപ്പോൾ n × 2⁴n വരണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും വരിക? അവിടെ 4 × 2⁴ ആണോ അല്ലേ? 4 × 2⁴ എന്താ വരിക? 2⁴ 16 അല്ലേ? അപ്പോൾ 4 × 16 വരുന്നത് അപ്പോൾ n = 4 ആണ്. ജസ്റ്റ് തിങ്ക് ചെയ്താൽ തന്നെ കിട്ടുന്ന ആൻസറാണ് അവിടെ. ഓക്കെ, പിന്നെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് 1/x പ്രൂവ് ചെയ്യാനുണ്ട്. നിങ്ങൾ തന്നെ പല തവണ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചായിരിക്കും. NCERT-യിൽ എക്സാമ്പിളൊക്കെ വേണമെങ്കിൽ ചെയ്ത് നോക്കണം. 1/x ഒക്കെ പലപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, പിന്നെ d/dx ഡെറിവേറ്റീവ് കാണാൻ കോഷ്യൻ്റ് റൂൾ യൂസ് ചെയ്താൽ ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇതുണ്ടോ, വേറൊരു വർഷം ചോദിച്ചിട്ടുള്ള x² 2x നമുക്കറിയാം, ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് പ്രൂവ് ചെയ്യണം. പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാം, 3 + 1 = 4. അങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്നൊന്നും ഉണ്ടാവില്ല. ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫാക്ടറൈസ് ചെയ്താൽ മതി. ഡയറക്റ്റ് 0/0 വന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു സിംപ്ലിഫിക്കേഷൻ വേണം. അപ്പോൾ ഇവിടെ x - 1 × x - 3 ചെയ്തിട്ട് x - 3കൾ കട്ടായി പോകും അല്ലേ? x - 3കൾ കട്ടായി പോയാൽ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ x - 1 അല്ലേ ഉള്ളൂ. അപ്പോൾ 3 - 1 = 2 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്ത് പഠിക്കണേ. ഡെറിവേറ്റീവ് കോഷ്യൻ്റ് റൂൾ യൂസ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കുള്ളത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീനും മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയനും അല്ലേ? ജസ്റ്റ് ഫോർമുല സെയിം തന്നെ. σxi - x⁻ മോഡുലസ് ബൈ n ആണ് ഇവിടെ വരിക. ഇവിടെ σxi - m അതിൻ്റെ മോഡുലസിൻ്റെ ബൈ n വരും. അപ്പോൾ മീഡിയൻ കാണാൻ ഗ്രൂപ്പ്ഡ് ഇൻ്റർവെല്ലാണ്, ഐ മീൻ ഗ്രൂപ്പ്ഡ് ഡാറ്റയാണെങ്കിൽ ക്ലാസ് ഇൻ്റർവെല്ലായിട്ട് വരികയാണെങ്കിൽ n+n/2 - CF/all/f × h. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ വേരിയൻസ് കാണാൻ σxi²/n - x⁻² എന്നുള്ള ഷോർട്ട് കട്ടാണ് നമ്മൾ അധികം യൂസ് ചെയ്യാറുള്ളത്. ഫോർമുല എന്ന് പറഞ്ഞാൽ σ² = σxi - x⁻² എന്നൊക്കെ എഴുതണം. അങ്ങനെയും ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷെ അധികവും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഇതാണ്. ഇത് ഗ്രൂപ്പ്ഡ് ആകുന്ന സമയത്ത് എന്ത് വരും? σ² = σfi × xi² /σfi - x⁻² എന്ന് വരും. x⁻ എന്ന് പറഞ്ഞാൽ മീനാണ്. മീൻ കണ്ടുപിടിച്ചിട്ടാണ് വേരിയൻസ് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ അല്ലേ? പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മയാണ്, അത് √ വേരിയൻസ് ചെയ്താൽ മതി. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ വേരിയൻസ് കാണുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീനാണ്. ഈസി ആയിട്ട് ആദ്യം x⁻ കാണണം അല്ലേ? x⁻ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂട്ടി വയ്ക്കുക, വേഗത്തിൽ കൂട്ടി പറയടാ. 17 13 30 42 50 60 69 78 78 4 82 ഡിവൈഡ് ബൈ 4 5 6 7 8 82/8 ആണ് നമുക്ക് വരുന്നത് അല്ലേ? എൻ്റെ കാൽക്കുലേഷൻ തെറ്റാൻ കൂടുതൽ ചാൻസ് ഉണ്ട്, അത്രയും ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടായിരിക്കും. 30 12 42 52 60 69 69 4 73 73 7 80 കണ്ടോ? ഞാൻ പറഞ്ഞ വളരെ കൃത്യമല്ലേ, കാരണം മീൻ അങ്ങനെ വരാൻ വേണ്ടി പാടില്ല. 80/8 = 10, x⁻ = 10 എന്ന് കിട്ടി. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ മീൻ ഡീവിയേഷൻ കാണുക? ഓരോന്നും 10ൽ എത്രമാത്രം ഡിഫറൻ്റ് ആയിട്ട് നിൽക്കും നോക്കുക. 4 - 10 6, 7 - 10 3, 8 - 10 2, 9 - 10 1, 10 - 10 0, 12 - 10 2, 13 - 10 3, then 17 - 10 7, all/8 ചെയ്താൽ മതി അല്ലേ? റെഡി അല്ലേ? 9 + 2 11, 12 14, 14 + 3 17 + 7 24, 24/8 = 3 എന്ന് കിട്ടി. കണ്ടോ? 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ അൺഗ്രൂപ്പ്ഡ് ആയിട്ട് തരികയാണെങ്കിൽ 2 മാർക്കിനൊക്കെ തന്നെ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ ചോദിക്കും. ഓക്കെ, ടേബിൾ വേരിയൻസ് കാണാനാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഏറ്റവും നല്ലത് σxi²/n - x⁻² വെച്ച് ചെയ്യുന്നതായിരിക്കും. ടേബിൾ വെച്ച് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ലെന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് വേണം. വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നെ എപ്പോഴും നിങ്ങൾക്ക് അറിയണം. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ചോദിക്കുമ്പോൾ 6 മാർക്കിന് വരെ ചോദിക്കാറുണ്ട്. കണ്ടോ നിങ്ങൾ? 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ഇത് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വേരിയൻസ് മാത്രം അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ മാത്രമൊക്കെ ചോദിക്കുകയാണെങ്കിൽ 4 മാർക്കിനാണ് ചോദിക്കുക. ഓക്കെ, പ്രോബബിലിറ്റി ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലേ? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, വളരെ സിമ്പിൾ ചാപ്റ്ററാണ്.
+1 ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ഏതൊക്കെയെന്ന് വെച്ചാൽ എല്ലാവരും പറയും സെറ്റ്, ലീനിയർ ഇനീക്വാലിറ്റീസ് ആൻഡ് പ്രോബബിലിറ്റി. വേറെ ഒന്നും ചിന്തിക്കേണ്ടതില്ല, നേരിട്ട് ആൻസർ ചെയ്താൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ബൈ ടോട്ടൽ അല്ലേ, ഫേവറബിൾ ബൈ ടോട്ടൽ ചെയ്താൽ മതി. പിന്നെ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു, ആ ഫോർമുല അറിയണം, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതേപോലെ തന്നെ പി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ ചെയ്താൽ മതി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതന്നെ അല്ലേ. ഇവിടെ കൂടുതൽ ഫോർമുല നമുക്ക് പഠിക്കാനില്ല. +1 പ്രോബബിലിറ്റി വളരെ സിമ്പിളാണ്. നോക്കൂ, എ ബാഗ് കണ്ടെയ്ൻ 8 റെഡ് ആൻഡ് 5 വൈറ്റ് ബോൾസ്. ഒരു ബാഗ് അല്ലേ, അതിൽ 8 റെഡും ഉണ്ട് 5 വൈറ്റും ഉണ്ട്. 3 balls are drawn at random. Find the probability that all 3 balls are white അല്ലേ. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ടോട്ടൽ 13 ബോളുണ്ട് അല്ലേ, 13C3 ഫസ്റ്റത്തേന് ആൻസറാണ് പറയുന്നത് കേട്ടോ. 13ൽ നിന്ന് 3 എടുത്തപ്പോൾ അത് എവിടെ നിന്ന് കിട്ടണം, എല്ലാം വൈറ്റ് ആവണം. അത് 5ൽ പെട്ടത് കിട്ടണം, 5C3. സെലക്ഷൻ ആയതുകൊണ്ടാണ് കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്. 5C3/13C3. ഓൾ 3 balls ആർ റെഡ്. ഭയങ്കര സിമ്പിൾ അല്ലേ. അഥവാ 8C3/13C3. 1 ball ഈസ് റെഡ് ആൻഡ് 2 balls ആർ വൈറ്റ്. അങ്ങനെ പറയുമ്പോൾ 1 ball ഈസ് റെഡ് അല്ലേ, അപ്പോൾ 8C1 ആൻഡ് അതർ 2 balls ആർ വൈറ്റ്, 5C2/13C3. ഇങ്ങനെ ചെയ്താൽ പോരെ. ഭയങ്കര സിമ്പിളായിട്ട്. ആൻഡ് അഥവാ 1 റെഡും ആവണം, ബാക്കി 2 വൈറ്റ് ആവണം എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ്, ഒരു ആൻഡാണ്. ക്ലിയർ അല്ലേ. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരും എന്നാണ് നിങ്ങൾ പറയുന്നത്. യെസ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാർഡ് കോമ്പിനേഷൻ അറിയണേ. 52 പ്ലേയിങ് കാർഡ് ഉണ്ട്, 26 റെഡ് 26 ബ്ലാക്ക്. 26 റെഡിൽ തന്നെ ഹാർട്ട് 13, ഡയമണ്ട് 13, ക്ലബ്ബ് 13, സ്പേഡ് 13 അല്ലേ. പിന്നെ നമുക്ക് ബ്ലാക്കിൽ വരുന്നതാണ് സ്പേഡും ക്ലബ്ബും. ദെൻ ഈച്ച് 13 കിങ് ഉണ്ട്, ക്യൂൻ ഉണ്ട്, ജാക്ക് ഉണ്ട്. ഈ 3 ആളെ വിളിക്കുന്ന പേരാണ് ഫേസ് കാർഡ്. ഇതെല്ലാത്തിലും ഉണ്ടാവും. ഇപ്പോൾ 12 ഫേസ് കാർഡ് ടോട്ടലി വരും അല്ലേ. പിന്നെ ഒരു ഏസ് കാർഡ് ഉണ്ടാവും, ടോട്ടലി 4 ഏസ് കാർഡ് ഉണ്ടാവും. പിന്നെ നമ്പർ കാർഡ്സ് ഉണ്ടാവും, 2 to 10 നമ്പറിങ് ചെയ്തിട്ടുള്ള 9 നമ്പർ കാർഡ്സ് ഉണ്ടാവും. അങ്ങനെ 9ഉം പിന്നെ ഒരു ഏസും 10, പിന്നെ 3 ഫേസ് കാർഡും, അങ്ങനെ 13 കാർഡ് ഓരോ സ്യൂട്ടിലും ഉണ്ടാവും അല്ലേ. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാൻ തോന്നുന്നു അല്ലേ. നോട്ട് എന്നൊക്കെ പറഞ്ഞാൽ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ളൂ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. നല്ല സാധ്യതയുള്ള, കൂടുതൽ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇനിയും വരാൻ ചാൻസ് ഉള്ള മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. സോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അടിപൊളിയായിട്ട് എല്ലാവരും കേട്ടിരുന്നു. കുറഞ്ഞ സമയം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തിരി ഫാസ്റ്റായിട്ട് പോയിട്ടുള്ളത്. ലാസ്റ്റിലേക്കൊക്കെ എത്തിയപ്പോൾ 1-2 ക്വസ്റ്റ്യൻ മാത്രമൊക്കെ ഒരു ക്ലാസ്സിന് ചെയ്തിട്ടുള്ളൂ എനിക്കറിയാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പഠിക്കാനൊരു എനർജി കിട്ടുക എന്നുള്ളത് മാത്രമാണ് ഈ ക്ലാസ്സിൻ്റെ ഒക്കെ താല്പര്യം. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ഒക്കെ അറിയുന്നവരായിരിക്കുമല്ലോ +1 സയൻസ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് ത്രില്ലായിട്ട് മാത്സ് പഠിക്കുക. ബാക്കിയുള്ളതിനെ പോലെ ഒന്നും അത്ര റിസ്ക് ആയിട്ട് പഠിക്കാൻ മാത്രമൊന്നുമില്ല. ഒരു ലോജിക്കൽ ബേസ്ഡ് സബ്ജക്റ്റാണല്ലോ മാത്തമാറ്റിക്സ്. അപ്പോൾ അങ്ങനത്തെ ചാപ്റ്റർ കൂടിയാണ് നമുക്ക് +1 ഓക്കെ. അപ്പോൾ ബോർഡ് എക്സാമിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.